أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الحمد لله. നമ്മുടെ മഹത്തായ ഈ മാതൃസ്ഥാപനത്തിൽ ഇതിന്റെ വാർഷിക മഹാസമ്മേളനത്തിൽ നമുക്കൊരിക്കൽ കൂടി സംഗമിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകി. നമ്മുടെ മഹത്തായ സ്ഥാപനം ഇവിടെ നിലവിൽ വന്നത് മുതൽക്ക് ഇന്ന് വരെ ആരൊക്കെതിന്റെ സഹകാരികളും സഹായികളും സ്നേഹിക്കുന്നവരുമായി കഴിഞ്ഞുപോയോ, ഇതിന്റെ തുടക്കം മുതൽക്ക് അല്ലാഹു അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ബഹുമാന്യരായ ഈ സ്ഥാപനത്തിന്റെ ബഹുമാന്യരായ പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട സയ്യിദ് സാബിത്ത് അലി ശിഹാബ് തങ്ങൾ, ഈ സ്ഥാപനത്തിന്റെ കാര്യദർശി ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി ഉസ്താദ് അവറുകളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആദരണീയരായ പണ്ഡിതർ, ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ്, വേദിയിൽ സന്നിഹിതരായ ഈ സ്ഥാപനത്തിലെ ആദരണീയരായ ഉസ്താദുമാരെ, സമസ്തയുടെ ആലിമീങ്ങളെ, സദസ്സിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രവർത്തകരെ, വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ശിയയിസം ബിദ്അത്ത് മുതൽ കുഫ്ർ വരെ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ പ്രസ്തുത പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും പറ്റ കുറവാണെങ്കിലും മുസ്ലിം ലോകത്ത് അതിശക്തമായി നിലനിൽക്കുന്ന ഒരു പുത്തൻ ചിന്താ പ്രസ്ഥാനം എന്ന നിലക്കും മുസ്ലിങ്ങളിലൊരു പ്രബല കക്ഷി എന്ന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പല ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഭരണം തന്നെ നിയന്ത്രിക്കുന്ന വിഭാഗം എന്ന നിലക്കൊക്കെ പ്രസ്തുത വിഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച ഏറെ പ്രസക്തമാണ്. എനിക്ക് ശേഷം പ്രസ്തുത പ്രസ്ഥാനത്തിന്റെ വാദങ്ങളും അതിന്റെ യഥാർത്ഥ വശവും മറ്റെല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്തുകൊണ്ടുള്ള കൃത്യമായ വിവരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നടത്തുന്നുണ്ട്. പ്രസ്തുത പ്രസ്ഥാനത്തിന്റെ ആവിർഭാവം, അതിന്റെ ഉത്ഭവ പശ്ചാത്തലം, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുസ്ലിം ലോകത്ത് രൂപപ്പെട്ട ഒരു ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ ഒരു പുത്തൻ ചിന്തയുടെ റിയാക്ഷനായിക്കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു ബിദ്അഈ സംഘമായിക്കൊണ്ടാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് കഠിന വിരോധം വെച്ച് പുലർത്തുന്ന ഹറൂറിയ പ്രസ്ഥാനം അഥവാ ഖവാരിജികൾ, അവരൊരു ഭാഗത്ത് ശക്തമായി രൂപപ്പെട്ടപ്പോൾ സ്വാഭാവികമായും അതിന്റെ റിയാക്ഷൻ എന്ന നിലയിൽ ഇല്ലാ കഥകൾ പലതും അവതരിപ്പിച്ച്
മഹാന്മാരായ ഒന്നാം ഖലീഫയും രണ്ടാം ഖലീഫയും ഖിലാഫത്തിന് അർഹരല്ല, അവർ അക്രമകാരികളും അധർമ്മത്തിന്റെ വക്താക്കളുമാണ് എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അതിശക്തമായ വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു ചിന്താധാര. ഈ ചിന്താധാരയാണ് പിന്നീട് ഷിയാക്കൾ എന്ന രൂപത്തിൽ പ്രാസ്ഥാനികമായി രൂപപ്പെട്ടു വരുന്നത്. മഹാന്മാരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ഇമാമുമാർ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് റവാഫിൽ എന്ന പേരുകൊണ്ടാണ്. അഥവാ ഇവർ റഫ്ലിന്റെ ആളുകളാണ്, തെർക്കിന്റെ ആളുകളാണ്. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ വരെ ചോദ്യം ചെയ്തുകൊണ്ട് ഖിലാഫത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് മാത്രം അധികാരപ്പെട്ടതാകുന്നു എന്ന രീതിയിലുള്ള റഫ്ള് വാദമാണ് യഥാർത്ഥത്തിൽ ഇവരെ ബിദ്അത്തിന്റെയും കുഫ്റിന്റെയും ഭാഗത്തേക്ക് എത്തിക്കുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടോ അതല്ലെങ്കിൽ മഹാന്മാരായ അഹ്ലു ബൈത്തിനോടോ ഉള്ള വിധേയത്വം, ഹുബ്ബ്, സ്നേഹം അതൊരിക്കലും പരിശുദ്ധ ഇസ്ലാമിൽ നിരാകരിക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന ഒന്നല്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് മഹാന്മാരായ ഒന്നും രണ്ടും മൂന്നും ഖലീഫമാരോടുള്ള റഫ്ളും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് അഹ്ലു ബൈത്തിനോടുള്ള അമിത പ്രേമവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിൽ വരാനിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെക്കുറിച്ച്, ഭിന്നിപ്പിനെക്കുറിച്ചൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു സംഭവം കൂടി, ഒരു ഹദീസ് കൂടി നമുക്ക് ചേർത്ത് മനസ്സിലാക്കാം. മഹാനായ ഇമാം അബൂ യഅ്ല റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അലി, യദ്ഖുലുൻ നാറ ഫീക റജുലാനി മുഹിബ്ബുൻ മുഫ്രിത്തുൻ വമുബഗിദുൻ മുഫ്രിത്തുൻ കിലാഹുമാ ഫിന്നാർ. അല്ലയോ അലി, നിങ്ങളുടെ പേരിൽ രണ്ട് വ്യക്തികൾ അഥവാ രണ്ട് കക്ഷികൾ നരകത്തിൽ പ്രവേശിക്കും. മുഹിബ്ബുൻ മുഫ്രിത്തുൻ വമുബഗിദുൻ മുഫ്രിത്തുൻ, നിങ്ങളോട് അമിതമായി കൊണ്ട് താൽപര്യം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം. മറ്റൊന്ന്, നിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന, നിങ്ങളോട് ദേഷ്യം വെക്കുന്ന മറ്റൊരു വിഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഖവാരിജ് പ്രസ്ഥാനത്തിലൂടെയും റവാഫിദ് അഥവാ ഷിയാക്കളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. താരീഖിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒന്നാം ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് തുടക്കം കുറിച്ച സൈനിക നടപടികൾ രണ്ടാം ഖലീഫയുടെ കാലത്ത് പൂർത്തിയായി. ഇസ്ലാമിക ഖിലാഫത്തിന്റെ വിസ്തൃതി ഒരുപാട് വർദ്ധിച്ചു. മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണസമയമായപ്പോ അതിന്റെ ആദ്യഘട്ടങ്ങളിൽ ഈ സൈനിക നടപടികൾക്ക് ഒന്നുകൂടി വിജയം കാണുകയും ഇസ്ലാമിക ലോകത്തിന്റെ വ്യാപ്തിയും അതിന്റെ അളവും എല്ലാ അർത്ഥത്തിൽ അതിന്റെ വികാസവും ഒന്നുകൂടി സമ്പൂർണമാവുകയും ചെയ്തു. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം എന്ന് പറയപ്പെടാവുന്ന സമയങ്ങളിൽ ഒന്ന്. മുസ്ലിം ലോകം എണ്ണത്തിലും വണ്ണത്തിലും എല്ലാ അർത്ഥത്തിലും വലുതായിക്കൊണ്ടിരിക്കുന്ന ഈ നല്ല സാഹചര്യം സ്വാഭാവികമായും ജൂത ക്രൈസ്തവ ലോബികളെ പ്രയാസപ്പെടുത്തി എന്നുള്ളത് സ്വാഭാവികമായും സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇസ്ലാമിന്റെ ഈ സമൃദ്ധിയെ എങ്ങനെയാണ് തടുക്കാൻ സാധിക്കുക? നേരിട്ട് കൊണ്ടുള്ള ഏറ്റുമുട്ടലിലൂടെ ഒരിക്കലും അത് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ട ഈ ശത്രു സമൂഹം
അതിന് സ്വീകരിച്ച ഒരു കുതന്ത്രം പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന്റെ കൂടെ നിൽക്കുകയും അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിൽ ആശയപരമായ ശിഥിലീകരണങ്ങൾ, ഭിന്നതകൾ കൊണ്ടുവരികയും ചെയ്യുക, അതിന് ആളുകളെ ഏർപ്പാട് ചെയ്യുക എന്ന അതിനീചമായ കുതന്ത്രമായിരുന്നു. പല ചാരന്മാരെയും ജൂതന്മാരും ക്രിസ്ത്യാനികളും അതിനുവേണ്ടി നിയോഗിച്ചു. അതിലേറ്റവും പ്രമുഖൻ തന്റെ ലക്ഷ്യം കണ്ടെത്തിയത് ചരിത്രത്തിൽ ഒരുപാട് ക്രൂരതകൾക്ക് തുടക്കം കുറിച്ച അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന ദുഷ്ടനായിരുന്നു. മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടോ ആളുകൾക്ക് കേൾക്കാൻ താൽപര്യം തോന്നുന്ന വളരെ കൗതുകകരമായ അതിശയോക്തി നിറഞ്ഞ ഒരുപാട് പുത്തൻ വാദങ്ങൾ സാധാരണക്കാരായ ആളുകളോട് അദ്ദേഹം പറയാൻ തുടങ്ങി. ചരിത്രത്തിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു സബ ആദ്യമായി കൊണ്ട് പറഞ്ഞ പുത്തൻ ചിന്ത, അദ്ദേഹത്തിന്റെ ഈ ദുഷ്ടപ്രവർത്തനത്തിന്റെ തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള റജഅത്തിന്റെ വാദം പറഞ്ഞുകൊണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും സമൂഹത്തിൽ വരും. അങ്ങനെ വരുമ്പോ ആ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം സമൂഹം അജയ്യമായി കൊണ്ട് മുന്നേറും. ന്യായമായി കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ സ്ഥാനത്തിൽ എത്രയോ താഴെയുള്ള ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും വരുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നല്ലോ. ഈസാ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾക്ക് മുന്നേറ്റമുണ്ടാകുമെന്നും മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാമിനേക്കാളും എത്രയോ പവിത്രതയും സ്ഥാനങ്ങളുമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തുകൊണ്ടത് സംഭവിച്ചുകൂടാ? അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വീണ്ടും വരവും ഭരണ നേതൃത്വവും സംഭവിക്കാമെങ്കിൽ എന്തുകൊണ്ടും ഈ കാര്യം അനിവാര്യമായും സംഭവിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ഇതായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സബഇന്റെ ആദ്യത്തെ പുത്തൻ ചിന്തയുടെ തുടക്കം. അദ്ദേഹം മക്കയിലും മദീനയിലും ആളുകളോട് തന്റെ ഈ വാദത്തെക്കുറിച്ച് പറഞ്ഞു. അതിന് പല ന്യായങ്ങളും അദ്ദേഹം നിരത്തുകയും ചെയ്തു. പക്ഷേ മക്കയും മദീനയുമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ നേരിട്ട് മനസ്സിലാക്കിയ മഹാന്മാരായ 10,000-കണക്കിന് സഹാബിമാരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മക്കയിലും മദീനയിലും അദ്ദേഹത്തിന്റെ ഈ പുത്തൻ വാദത്തിന് പിന്തുണ ലഭിച്ചില്ല. ചരിത്രം പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു സബ മറ്റ് പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തു. അദ്ദേഹം ബസറയിലേക്ക് പോയി, കൂഫയിലേക്ക് പോയി, ഈജിപ്തിലേക്കും പോയി. പക്ഷെ ഈജിപ്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പുത്തൻ വാദം പറഞ്ഞപ്പോ ഈജിപ്തിൽ അദ്ദേഹത്തിന് നല്ല ജനപിന്തുണ ലഭിച്ചു തുടങ്ങി. കൗതുകകരമായ ഈ വാദം കേട്ടു ജനങ്ങൾ കൂടെ കൂടാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അബ്ദുല്ലാഹി ഇബ്നു സബഇന്റെ വാദത്തിൽ ചില വ്യത്യാസങ്ങളും വരാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. ഓരോ പ്രവാചകനും വസിയ്യമാരുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വസിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസിയ്യ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസിയ്യാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് മാത്രമാണ് നബി തങ്ങൾക്ക് ശേഷം ഖിലാഫത്തിന് അധികാരമുള്ളത്. മറ്റുള്ളവരൊക്കെ അനർഹമായി ഖിലാഫത്തെ കൈയടക്കി വെക്കുകയും ഭരണം നടത്തുകയും ചെയ്തവരാകുന്നു എന്ന വളരെ അപകടകരമായ സഹാബത്തിനോ
താബിഈങ്ങൾക്കോ പരിചയമില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ലാത്ത തീർത്തും പുത്തൻ ചിന്ത അബ്ദുല്ലാഹി ഇബ്നു സബഅ കൊണ്ടുവരികയും ഈജിപ്തിലും പരിസര പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും തന്റെ ഈ പുതിയ വാദത്തിന് ആളുകൾ കൂടാൻ തുടങ്ങുകയും ചെയ്തു. പ്രിയപ്പെട്ട പണ്ഡിത സഹോദരന്മാരെ, ഈ ചിന്തയാണ് പിന്നീട് ഷിയായിസം എന്ന പേരിൽ ഒരു പ്രസ്ഥാനമായി കൊണ്ട് രൂപപ്പെട്ടു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം 3 ഖലീഫമാർക്കും ഖിലാഫത്ത് അവകാശപ്പെട്ടതല്ല. അവർ അനർഹമായി കൊണ്ടാണ് ഖിലാഫത്ത് കൈയടക്കിയിട്ടുള്ളത് എന്ന അബ്ദുല്ലാഹി ഇബ്നു സബഇന്റെ ഏറ്റവും അപകടകരമായ വാദം. ഈ വാദം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതിന് അന്ന് പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ കൂടെയുണ്ടായിരുന്നു. കാരണം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് 3-ാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. മഹാനവറുകളുടെ ഗവർണർമാരിൽ അവരുടെ ഭരണ കീഴിലുള്ള പല ഉദ്യോഗസ്ഥന്മാരുടെയും പല അരുതാത്ത പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് പൊതുവെ മടുപ്പുണ്ടാക്കി തുടങ്ങിയ, ജനങ്ങളിൽ പല തലക്കുമുള്ള സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സബഅ മഹാനായ 3-ാം ഖലീഫയുടെ ഖിലാഫത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പുത്തൻ വാദം ജനങ്ങളിൽ പെട്ടെന്ന് സ്വാധീനിക്കാനും ജനങ്ങൾ അതിന്റെ കൂടെ കൂടാനും തുടങ്ങി. ഖലീഫക്കെതിരെ ശക്തമായിക്കൊണ്ട് ജനങ്ങൾ രംഗത്ത് വന്നു. എത്രത്തോളം? ഇതിന്റെ അനന്തരഫലമെന്നോണം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അതിദാരുണമായ കൊലപാതകം, ഷഹാദത്ത് വരെ സംഭവിക്കുകയുണ്ടായി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് സംഭവിച്ചതിന് ശേഷം മുസ്ലിം ലോകത്ത് പ്രത്യേകമായ 2 ചേരികൾ രൂപപ്പെടുകയാണ്. ഒന്ന്, ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കുകയും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ ആളുകളായിക്കൊണ്ട് പറയുകയും അതോടൊപ്പം അലി റളിയല്ലാഹു അൻഹുവിനോട് കഠിനമായ വിരോധം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഹറൂരിയ അഥവാ ഖവാരിജ്. പറയുമ്പോൾ അവർ ഇസ്ലാമിക ഖിലാഫത്തിനെതിരിൽ വിപ്ലവമുണ്ടാക്കിയവരാണ്. ഇസ്ലാമിക ഭരണത്തിനെതിരിൽ, സമാധാനപരമായ ഭരണത്തിനെതിരിൽ വിപ്ലവമുണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും പരിശുദ്ധ ശരീഅത്ത് അംഗീകരിക്കുന്നില്ല. മറ്റൊരു ഭാഗത്ത് രൂപപ്പെട്ട ഒരു വിഭാഗം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അതിരറ്റ സ്നേഹവും അതോടൊപ്പം മറ്റ് 3 ഖലീഫമാരോടും വലിയ വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്ന റവാഫിദ് അഥവാ ഷിയാക്കൾ. ഖവാരിജിന്റെ കൊടും ക്രൂരത, ഒരുപാട് അക്രമ പ്രവർത്തനങ്ങൾ ഏതുവരെ എത്തിച്ചു? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിലാണ് മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടായ ഈ ചേരിതിരിവ് ചെന്നവസാനിക്കുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു മുൽജിം എന്ന ദുഷ്ടൻ മഹാനവറുകളെ കൊല ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ട സമയം, ആ സമയത്ത് ഇബ്നു മുൽജിമും ഷബീബ് എന്ന് പറയുന്ന മറ്റൊരു ദുഷ്ടനും കൂടി വഴിയിൽ കാത്തിരിക്കുകയും അസ്സല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഖലീഫ ജനങ്ങളെ നിസ്കാരത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷബീബ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ വെട്ടിയെങ്കിലും ആ വെട്ടിൽ നിന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒഴിഞ്ഞു മാറി. ഈ സമയം ഒളിച്ചിരുന്നുകൊണ്ട് ഇബ്നു മുൽജിം എന്ന് പറയുന്ന ദുഷ്ടൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മൂർധാവിലേക്ക് ആഞ്ഞു വെട്ടുകയും ആ വെട്ടിന്റെ അഗാധത്തിൽ മഹാനായ ഖലീഫയുടെ തലയിൽ നിന്ന്, മുറിവിൽ നിന്ന് രക്തം ധാരാളമായി കൊണ്ടൊഴുകി വരികയും അതിനെ തുടർന്നുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്, ഷഹാദത്ത് സംഭവിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് സംഭവിച്ചു. അതിനുശേഷം പിന്നീട് ഖലീഫയായിക്കൊണ്ട് യസീദ് വന്നു. യസീദിന്റെ ഭരണകാലത്ത് കർബല യുദ്ധം നടന്നു. കർബലയിൽ വെച്ചുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കം അഹ്ലുബൈത്തിലെ ധാരാളം മുത്തുമണികളെ
ശത്രുക്കൾ കൊലപ്പെടുത്തി. ഈ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള വിധേയത്വം, അഹ്ലു ബൈത്തിനോടുള്ള ഹുബ്ബ്, ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇത് രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റു 3 ഖലീഫമാർക്കെതിരെയുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായിക്കൊണ്ട്, ദുഷ്പ്രചരണങ്ങളുമായിക്കൊണ്ട് ഹറൂറിയ വിഭാഗം, ഷിയാക്കൾ, റാഫിളുകൾ അഥവാ ഷിയാക്കൾ രംഗത്ത് വരികയും ചെയ്തു. ഇതാണ് ഈ ഷിയ വിഭാഗത്തിന്റെ ഉത്ഭവ പശ്ചാത്തലം ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ ഭാഗം. ഇവിടെ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമോ അതല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള വിധേയത്വമോ അലി റളിയല്ലാഹുവിനോടുള്ള ഇഷ്ടമോ അല്ല യഥാർത്ഥത്തിൽ ഷിയാക്കളെ പഴപ്പിക്കുന്ന കാര്യം. അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിച്ചു വരുന്ന ശൈഖൈനി റളിയല്ലാഹു അൻഹുമ, 1ാം ഖലീഫയും 2ാം ഖലീഫയും, കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരോടുള്ള കടുത്ത എതിർപ്പ്, വിയോജിപ്പ്. അതുകൊണ്ടാണ് ഷിയാക്കൾ റാഫിളുകൾ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടാൻ കാരണം. അവർ റഫ്ലിന്റെ ആളുകളാണ്. അവർ 1ഉം 2ഉം 3ഉം ഖലീഫമാർ അംഗീകരിക്കാത്തവരാണ്. അവർ പറഞ്ഞു ഇവരൊക്കെ കാഫിരീങ്ങളാണ്, ഇവരൊക്കെ മതത്തിൽ നിന്ന് പുറത്തുപോയവരാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് റാഫിളുകൾ, ഷിയാക്കൾ ശക്തമായി പ്രവർത്തിക്കുമ്പോഴും അലി റളിയല്ലാഹു അൻഹുവിന്റെ എതിർഭാഗത്ത് ഖവാരിജകൾ ശക്തമായി പ്രവർത്തിക്കുമ്പോഴും 2 വിഭാഗവും പരസ്പരം ആരോപിച്ചൊരാരോപണം പ്രത്യേകമായി കൊണ്ട് നാം മനസ്സിലാക്കണം. ഇരു വിഭാഗവും പറഞ്ഞു തങ്ങളുടെ എതിർചേരിയിലുള്ളവർ കാഫിറുകളാകുന്നു എന്ന്. ആരെയാണ് ഈ കാഫിറുകളാക്കുന്നത്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും, അവരിൽപ്പെട്ട പലരും, സഹാബിമാരിൽ പലരും, അവരക്കടങ്ങുന്ന 10,000-കണക്കിന് സഹാബിമാർ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ കാഫിറുകളാക്കിക്കൊണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ലോക ചരിത്രം പരിശോധിക്കുമ്പോ, ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോ, ഏത് കാലത്ത് വന്നിട്ടുള്ള ബിദ്അ പ്രസ്ഥാനങ്ങളാണെങ്കിലും അവരെല്ലാം തന്നെ ഹക്കിന്റെ ആളുകളെ, സത്യത്തിന്റെ ആളുകളെ കുഫ്ർ കൊണ്ടും ശിർക്ക് കൊണ്ടും മതത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ള ഈ ആരോപണങ്ങളെ കൊണ്ടും നേരിട്ട ഒരു രീതിയാണ്, സമ്പ്രദായമാണ് അന്നു മുതൽക്ക് ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും മുജാഹിദുകളാണെങ്കിലും തബ്ലീഗുകാർ മൗനമായി കൊണ്ടാണെങ്കിലും അവരെല്ലാം തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആളുകൾ, സുന്നികളാകുന്ന നമ്മെക്കുറിച്ച് പറയുന്നതും അത് തന്നെയാണല്ലോ. ഇത് ലോക ചരിത്രത്തിൽ അന്നു മുതൽക്ക് ഇന്ന് വരെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഷിയായിസത്തിന്റെ വാദങ്ങളെക്കുറിച്ച്, അതിന്റെ ഖണ്ഡനങ്ങളെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ശേഷം വരുന്ന പ്രഭാഷകന്മാരിലൂടെ, പണ്ഡിതന്മാരിലൂടെ നമുക്ക് ശ്രവിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ദർശനങ്ങളെ മോശപ്പെടുത്തിവെച്ചുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ബിദ്അ പ്രസ്ഥാനക്കാരെ ജനസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ട് ഫൈസാബാദിന്റെ തിരുനെറ്റിയിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങൾക്ക് മുന്നിൽ ഷീഇസം, ബിദ്അത്ത് മുതൽ കുഫ്ർ വരെ എന്ന പ്രൗഢഗംഭീരമായ കാലിക പ്രസക്തമായ വിഷയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിഷലിപ്തമായ ബിദ്അ ആശയങ്ങൾക്കെതിരെ ധർമ്മസമരം നയിക്കുന്ന യുവമുന്നണി പോരാളി ഉസ്താദ് MP അബൂബക്കർ ഗാരിനെ പനങ്ങാമര സദസ്സിനോട് സംവദിക്കുന്നു. സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا صدق الله مولانا العظيم. വേദിയിലെ സമസ്തകേരള ജംഇയ്യത്തുൽ ഉലമായുടെയും ജാമിഅ നൂരിയ അറബിയയുടെയും നേതൃരംഗത്തുള്ള പ്രഗത്ഭരായ ഉലമാക്കളെ, എന്റെ സഹപ്രവർത്തകരായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ പോരാളികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷിയഇസം, ബിദ്അത്ത് മുതൽ കുഫ്ർ വരെ എന്ന
പ്രവിശാലമായൊരു വിഷയത്തിന്റെ സമകാലിക വായന എങ്ങനെ നിർവഹിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള പ്രൗഢങ്ങളായ ചില വിഷയാവതരണങ്ങളിലിടയിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ട ഒരു കാര്യം മാത്രമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഷിയായിസത്തിന്റെ ഉത്ഭവം, അതിന്റെ പ്രഭവം, പ്രഭവ കേന്ദ്രം, പ്രഭവ കാരണം, അവരുണ്ടാക്കിയ മുസീബത്തുകൾ, അതിന്റെ ചരിത്രപരമായ അവലോകനം സംക്ഷിപ്തമായി ബഹുമാനനായ അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അവരുണ്ടാക്കിയെടുത്ത വാദഗതികൾ, ആ വാദഗതികളെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. അതുതന്നെയാണ് നമ്മുടെ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടുള്ളത്. ഒന്ന് അവരുടെ ബിദ്അത്തുകൾ. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല എങ്കിലും പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഇസ്ലാമിന്റെ യഥാർത്ഥമായ തനതായ രൂപത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അവരുടെ പുത്തൻവാദങ്ങൾ. പിന്നെ അവർ ഇസ്ലാമിൽ നിന്ന് ബിദ്അത്ത് മുഖാന്തിരം പുറത്തുപോയ കാര്യങ്ങൾ, അത് കുഫറിന്റെ വാദങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം ശേഷം നമ്മുടെ ഉസ്താദുമാർ ഇവിടെ പറയും എന്നാണ് വിശ്വസിക്കുന്നത്. പ്രധാനമായി ഇവിടെ അവരുടെ ഉസൂൽ എന്താണെന്ന് ഇവിടെ പറഞ്ഞു. അവരുടെ ബിദ്അത്തിന്റെയും കുഫറിന്റെയും വാദങ്ങളുടെ ഉസൂൽ എന്താണ് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അവ്വൽ ഉസൂലി ഷിയ, ഷിയാക്കളുടെ അടിസ്ഥാന തത്വങ്ങളുടെ പ്രഥമ സ്ഥാനത്തുള്ളത് അന്ന അലിയൻ അഫ്ദലുൽ കുൽ, അലിയാർത്ഥങ്ങളാണ് മറ്റെല്ലാവരെക്കാളും ശ്രേഷ്ഠൻ എന്ന വാദം. ബിദ്അത്തിന്റെ, അവരുടെ ബിദ്അത്ത് വാദത്തിന്റെ ഏറ്റവും പ്രഥമമായ വാദമാണ് അലിയാർത്ഥങ്ങളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് പ്രഥമൻ, ശ്രേഷ്ഠതയിൽ പ്രഥമൻ. യഥാർത്ഥത്തിൽ അത് ഈ സുന്നത്തി ജമാഅത്തിന്റെ വാദത്തിന് വിരുദ്ധമാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇഅ്തിഖാദു മാ യുഖാലിഫു അഖായിദ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇവിടെ വരച്ചുകാട്ടിയ, തദ്വീൻ ചെയ്ത് പഠിപ്പിച്ചെടുത്ത വിശ്വാസ തത്വങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസഗതികളെ സംബന്ധിച്ചാണ് ബിദ്അത്ത് എന്ന് പറയുക. ലാബിൽ മുആനദ, അത് ഇസ്ലാമിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നതല്ലെങ്കിലും ബൽ ബിനൗഇ ശുബ്ഹ, എന്തെങ്കിലും വാഹിയായ ദുർബലങ്ങളായ വ്യാജങ്ങളായ തെളിവുകൾ പറഞ്ഞുകൊണ്ടുള്ള വാദഗതികൾ. സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ വാദഗതികൾ വെച്ച് പുലർത്തുമ്പോഴാണ് ബിദ്അത്ത് എന്ന് പറയുക. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് അഹ്കാമാണല്ലോ, വിധിവിലക്കുകളാണ്. ആ വിധിവിലക്കുകളെ രണ്ടായിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഉസൂൽ, രണ്ട് ഫുറൂഅ്. ഉസൂൽ എന്ന് പറഞ്ഞാൽ മാ യതഅല്ലഖു ബിൽ ഇഅ്തിഖാദ്, അഖീദ വെച്ചുറപ്പിച്ചു വെക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഉസൂൽ എന്ന് പറയുക. ആ ഉസൂൽ ഇവിടെ വിശദീകരിക്കുവാനും അതിവിടെ ക്രോഡീകരിക്കുവാനും ആ ഉസൂലിനകത്ത് ജനങ്ങളെ പിടിച്ചു നിർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് നൽകിയ രണ്ട് വരദാനങ്ങളാണ്. ഹിജ്റ 300-നോടനുബന്ധിച്ച് അല്ലാഹു നൽകിയ മഹാനായ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവും അതുപോലെ മഹാനായ ഇമാം അബൂ മൻസൂറിൽ മാതുരീദി റളിയല്ലാഹു അൻഹു, ഈ രണ്ട് ഇമാമിയങ്ങൾ തദ്വീൻ ചെയ്ത നബിയുടെയും സഹാബത്തിന്റെയും അഖീദകളിൽ നിന്ന് വ്യതിചലിച്ച ആളുകൾ ആരുണ്ടോ അവരാണ് മുബ്തദിഈങ്ങൾ. അവരുടെ വാദങ്ങളാണ് ബിദ്അത്തുകൾ. ഷിയാക്കൾ ഇതിൽ ഏത് വൃത്തത്തിൽ വരുന്നു? ഷിയാക്കൾ സുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാരല്ല. അബുൽ ഹസൻ അശ്അരിയും അബൂ മൻസൂറിൽ മാതുരീദിയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ആ തദ്വീൻ ചെയ്ത അഖീദകളിൽ നിന്ന് വ്യത്യസ്തമായ തലത്തിലൂടെ സഞ്ചരിച്ചൊരു പ്രസ്ഥാനമാണ് ഷിയായിസം. അതുറപ്പാണ്. അതിൽപ്പെട്ട വാദമാണ് അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ ശ്രേഷ്ഠൻ ആരാണ്? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഒന്നാമത്തെ ഖലീഫ ആരാണ്? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പക്ഷേ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത് അത് തട്ടിപ്പറിച്ചതാണ്, അക്രമമാണ്. യഥാർത്ഥ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ള വാദം, ഈ വാദം അവരുടെ ബിദ്അത്തിന്റെ ഒന്നാം തരം വാദമാണ്. അതേപോലെ തന്നെ സ്വഹാബത്തിന്റെ പ്രാമാണികത നിഷേധിക്കുക എന്നുള്ളതും അവരുടെ ബിദ്അത്തിന്റെ
പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അസ്സവാഇഖുൽ മുഹരിഖ ഈ വിഷയമായിട്ട് വളരെ പ്രാമാണികമായി വിശദമായി ചർച്ച ചെയ്തൊരു ഗ്രന്ഥമാണ് അസ്സവാഇഖുൽ മുഹരിഖ. അതുപോലെ തന്നെ തുഹ്ഫത്തുൽ ഇസ്നാശരിയ, അതുപോലുള്ള ധാരാളം കിതാബുകൾ ഈ വിഷയമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ആരാണ് ഉദ്ധരിക്കുന്നത്? ഇമാം ബൈഹഖി തങ്ങളാണ് ഉദ്ധരിക്കുന്നത്. ഇത് ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ അസ്സവാഇഖിൽ രേഖപ്പെടുത്തുകയാണ്. വഖദ് അഖ്റജൽ ബൈഹഖി അൻ അബീ ഹനീഫ റളിയല്ലാഹു അൻഹു ഖാല അസ്ലു ഉഖദത്തി ശീഅ തദ്ലീലുസ് സഹാബ. സഹാബത്ത് പഴച്ചവരാണ്, സഹാബത്ത് അവര് പഴച്ചവരാണ്. അവർക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അവരുടെ നടപടികളെല്ലാം പഴച്ചതാണ്. ഇതാണ് ഷിയാക്കളുടെ വിശ്വാസഗതിയുടെ ഏറ്റവും വലിയ അടിത്തറ. ഈ അടിത്തറയിൽ നിന്ന് പടുത്തുയർത്തപ്പെട്ട അനവധി വാദങ്ങളുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വാദങ്ങൾ, പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള വാദങ്ങൾ, ലോകത്തിന്റെ ഭരണ സാരിത്വത്തെക്കുറിച്ചുള്ള വാദങ്ങൾ, അതുപോലെ തന്നെ കർമ്മശാസ്ത്രപരമായ ഒരുപാട് വാദങ്ങൾ. ഈ വാദങ്ങളൊക്കെ അവരുടെ ബിദ്അത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടും. എല്ലാം കൂടി ഇവിടെ എണ്ണി പറയാൻ സാധ്യമല്ല. ഒന്നാമത്തെ ഒരു ചില വാദങ്ങൾ മാത്രം ഞാനിതിങ്ങനെ സൂചനയായിട്ട് വളരെ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. മുഅ്തസിലിയാക്കളുടെ ഒരു വാദം ഉണ്ടല്ലോ, അല്ലാഹു ആലിമാണ് ബിലാ ഇൽം. ഇൽമില്ല പക്ഷേ ആലിമാണ്, ഖുദ്റത്തില്ല ഖാദിറാണ്. ഈ വാദം ഷിയാക്കളിൽപ്പെട്ട ചില ആളുകൾക്ക്. ഷിയാക്കളിൽ ഒരുപാട് കക്ഷികളുണ്ട്, ധാരാളം കക്ഷികളുണ്ട്. അതെല്ലാം ഇവിടെ വിസ്തൃതമായി പറയാൻ സമയമില്ല. അതിൽ എല്ലാ ഷിയാക്കൾക്കും എല്ലാ വാദങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ഷിയാക്കളുടെ വാദം മറ്റു ഷിയാക്കൾക്ക് ഉണ്ടാകൂല. ഷിയാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഫറും ദലാലത്തും ആരോപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ഉപശാഖകളായി വഴിപിരിഞ്ഞു പോയ പ്രസ്ഥാനമാണ് ഷിയായിസം എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ മറ്റൊരു വാദമാണ് അല്ലാഹു തആലാക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യൽ നിർബന്ധമാണ്. ഖുർആൻ എതിരാണ്. ഫഅാലുൽ ലിമാ യുരീദ്. അല്ലാഹു ഫായിലാണ്, പക്ഷെ അവൻ മുഖ്താറാണ്. അവൻ ഉദ്ദേശിക്കുന്നതും വേണ്ടുക വെക്കുന്നതും മാത്രമായ കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. എന്നാൽ അള്ളാഹുക്ക് ഒരുപാട് കാര്യങ്ങൾ നിർബന്ധമാണ്. ഏതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജനങ്ങൾക്ക് ഒരു ഇമാമിനെ നിയമിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മേൽ നിർബന്ധമാണ്. സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം അതല്ല. ജനങ്ങൾക്ക് ഭരണാധികാരികളെ നിയമിക്കുക എന്നുള്ളത് ജനങ്ങളുടെ മേൽ നിർബന്ധമാണ് എന്നാണ്, അള്ളാഹുവിന്റെ മേൽ നിർബന്ധമാണ് എന്നാണ് ഷിയാക്കളുടെ വാദം. അതുപോലെ തന്നെ ഷിയാക്കൾക്ക് അടിമ, അള്ളാഹുവിന്റെ അടിമ സൃഷ്ടി, ആ അടിമ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ സ്രഷ്ടാവ് അത് അടിമയാണോ അതോ അള്ളാഹുവാണ്? സുന്നത്തി ജമാഅത്ത് പറയുന്നത് അള്ളാഹു ആണെന്നാണ്. മുഅ്തസിലിയാക്കളുടെ വാദത്തിന് സമാനമായ വാദം വെച്ച് പുലർത്തുന്ന ചില ഷിയാക്കളുണ്ട്. വൽ അബ്ദു യഖ്ലുഖു അഫ്ആലഹു. അബ്ദ് അവനാണ് അവന്റെ പ്രവർത്തനങ്ങളുടെ സ്രഷ്ടാവ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രവാചകന്മാരെ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് കൂടിയേ തീരൂ, ഒഴിച്ചുകൂടാൻ പറ്റൂല, അത് നിർബന്ധമാണ് എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ വിശ്വാസം അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതുപോലെ അൽ അഇമ്മത്തുൽ അത്ഹാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ, അഹ്ലുബൈത്തിൽപ്പെട്ട ഇമാമിയങ്ങളെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്ന 12 ഇമാമിയങ്ങളുണ്ട്. അലിയാർ തങ്ങളുടെ സന്താന പരമ്പരയിലുള്ള 12 ഇമാമുമാർ, ഹിജ്റ 255 ജനിച്ച മുഹമ്മദ് ബിൻ ഹസനിൽ അസ്കരി വരേക്കുമുള്ള 12 ഇമാമുമാർ. ആ 12 ഇമാമുമാർ അവര് അൽ അഇമ്മത്തുൽ അത്ഹാർ, പരിശുദ്ധരായ ആ ഇമാമുമാർ പലപ്പോഴും അവര് അഫ്ളലു മിനൽ അംബിയാ, അവർ നബിമാരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് മാത്രമല്ല, അതുപോലെ തന്നെ അഫ്ളലു മിനൽ ഖുലഫാഇർ റാഷിദീൻ, മറ്റു ഖുലഫാഉർ റാഷിദീങ്ങളെക്കാട്ടിലും അവർ ശ്രേഷ്ഠരാണ് എന്നുള്ള വാദം. അതുപോലെ അംബിയാക്കൾക്ക് കളവും പൊള്ളും അംബിയാക്കളിൽ നിന്നുണ്ടാകും എന്നുള്ള വാദം. അതുപോലെ അംബിയാക്കളെ പ്രവാചകരായി നിയോഗിക്കുമ്പോൾ അവർക്ക് ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളൊന്നും അറിയാത്തവരാണ് എന്ന വാദം. പിന്നീട് അല്ലാഹുമായിട്ടുള്ള മുനാജാത്ത് സംഭവിക്കുമ്പോഴേ ഇസ്ലാമിന്റെ അസ്ലുകൾ, അഖീദകൾ അവർക്ക് അറിയുന്നുള്ളൂ. അതിനു മുമ്പ് അവർക്ക് അല്ലാഹനെ അറിയുന്നില്ല, മറ്റു കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ള വാദം. അതുപോലെ തന്നെ ചില പ്രവാചകന്മാർ മരിച്ചുപോയത് നാശത്തിന്റെ മരണം നാശമായി തീരുന്ന മഹാദോഷങ്ങൾ ചെയ്തുകൊണ്ടാണ് മരിച്ചുപോയത് എന്നുള്ള വാദം.
ഇങ്ങനെയുള്ള ഒരുപാട് വാദം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും വലിയ മുഅ്ജിസത്തായ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവത്തെ അടിസ്ഥാനപരമായിട്ട് തന്നെ നിഷേധിക്കുക, അല്ലെങ്കിൽ നബിയുടെ പ്രത്യേകതയാണ് എന്നുള്ള നബിയുടെ ഖുസൂസിയത്തിനെ നിഷേധിക്കുക, ഇങ്ങനെ വാദിച്ച ഒരുപാട് ശിയാക്കളുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പരലോകം ഉണ്ടാകും, ഖബർ ശിക്ഷ ഉണ്ടാകും, നരകമുണ്ടാകും, സ്വർഗ്ഗം ഉണ്ടാകും, അബൂലഹബ് നരകത്തിലാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ അല്ലാഹു തആലാക്ക് ചെയ്യൽ നിർബന്ധമാണ്. അത് ബുദ്ധിപരമായിട്ട് തന്നെ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നുള്ള വിശ്വാസം. അതുപോലെ മരിച്ചുപോയ ആളുകൾ പലരും തിരിച്ചു വരും എന്നുള്ള വിശ്വാസം. അതുപോലെ ഇമാമിയാക്കൾ എന്ന് പറയുന്ന 12 ഇമാമിയങ്ങളിൽ അവരാണ് യഥാർത്ഥ ഭരണാധികാരികൾ. മറ്റുള്ളവരുടെ ഭരണസാന്നിധ്യമെല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഇമാമിയാക്കൾ. ആ ഇമാമിയാക്കൾ പറയുന്നു, ഞങ്ങളുടെ ചെറുദോഷം വലുദോഷം വൻദോഷം ഒക്കെ ഓർക്കപ്പെട്ടിരിക്കുന്നു, അതിലൊന്നും ഞങ്ങളെ ശിക്ഷിക്കപ്പെടുന്നു. ജൂതന്മാരുടെ വിശ്വാസമാണത്. ഏതുപോലെ നമ്മുടെ നാട്ടിലുള്ള ചില കള്ളത്തൊരീക്കത്തേര് പറയുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിലാണ് പ്രവേശിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് 3 വട്ടം ഇസ്തിഗ്ഫാറാണ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എല്ലാ ചെറുദോഷവും വലുദോഷവും പൊറുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കണം എന്ന് പറയുന്ന വാദത്തിന് സമാനമായ വാദങ്ങൾ. അതുപോലെ അവർക്ക് ഒരുപാട് ഉത്സവങ്ങളുണ്ട്. ആ ഉത്സവങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് നേരത്തെ ഇവിടെ പറഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വധിച്ച അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ പേരിൽ അവർ നടത്തുന്ന ഒരു ഉത്സവമുണ്ട്. ആ ഉത്സവത്തിന് അവർ പറയുന്ന പേര് അൽ ഈദുൽ അക്ബർ എന്നാണ്. അതുപോലെ തന്നെ മുഹറം മാസമായി കഴിഞ്ഞാൽ കർബല യുദ്ധത്തിന്റെ അനുസ്മരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം നിഷിദ്ധമാക്കിയതായ ശരീരം തകർക്കുക, അതുപോലെ തന്നെ തീയിൽ ചാടുക തുടങ്ങിയതായിരിക്കുന്ന ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടുള്ള ഉത്സവം. ഒരുപക്ഷം അങ്ങനെ ദുഃഖത്തിന്റെ ആചരണത്തിന്റേതായ ഒരു തരം കാട്ടിക്കൂട്ടലുകൾ. വേറൊരു കൂട്ടർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ വധം നടന്ന മുഹറം 10 അന്ന് വളരെ ആഹ്ലാദഭരിതമായ ഉത്സവ സമാനമായ ആഘോഷ പരിപാടികളിൽ തിമിർത്താടുന്നതായ ഒരു വിഭാഗം. ഇങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മുഖം ഒതുണ്ടാക്കുമ്പോ മുഖത്തിൽ നിന്ന് അല്പം കഴുകിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ തല തടവിയതിനു ശേഷം കാല് തടവിയാൽ മതി എന്നാണ്, അല്ലാതെ കാല് കഴുകൊന്നും വേണ്ട എന്ന് പറയുന്നൊരു വിഭാഗം. അതുപോലെ തന്നെ സ്വർണത്തിലും വെള്ളിയിലും അത് നാണയമായിട്ടില്ലെങ്കിൽ അതിന് സക്കാത്തില്ല എന്ന് പറയുന്ന വിഭാഗം. അതിലേറെ അപകടകരമായ മറ്റൊരു വാദം, താൽക്കാലിക വിവാഹങ്ങളാണ് ഇസ്ലാം അവസാനമായി ആത്യന്തികമായി നിരോധിച്ച മുത്തഅത്ത് വിവാഹം. ഇറാനിലൊക്കെ അത് വല്ലാതെ നടക്കുന്നുണ്ടത്രേ. എന്താണ് ഇപ്പൊ തൽക്കാലം നമ്മൾ പട്ടിക്കാട് ജാമിയാനൂരിയൊക്കെ സമ്മേളനത്തിൽ വരുന്ന സമയത്തിന് ചൊവ്വാഴ്ച തുടങ്ങിയ സമ്മേളനമാണല്ലോ, ഇനിയിപ്പോ നമ്മൾ തിങ്കളാഴ്ചയാണല്ലോ തിരിച്ചു പോകുക. അപ്പൊ ഒരു 4 ദിവസത്തിനൊരു അഡ്ജസ്റ്റ്മെന്റ്. പട്ടിക്കാട് എവിടെയെങ്കിലും ഒരു കല്യാണം കഴിച്ചിട്ട് തിങ്കളാഴ്ച ഞാൻ പോകട്ടോ, അന്ന് തൊലാക്ക് ചൊല്ലട്ടോ എന്ന് പറഞ്ഞു കാണ്ടുള്ള ഒരു തരം കല്യാണം ഇല്ല, മുത്തഅത്ത്. സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള കല്യാണം. അങ്ങനെയുള്ള കല്യാണം അനുവദനീയമാണെന്നും അത് സാർവത്രികമായി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. ആ വിഭാഗമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഷിയാക്കൾപ്പെട്ട എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് ആളുകൾ ആ വിഭാഗത്തിലുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു അഹ്ലുബൈത്തിനോടുള്ള അമിതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം നിശ്ചയിച്ച പരിധിക്ക് അപ്പുറത്തുള്ളതായ ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹ്ലുബൈത്തും മഅ്സൂമികളാണ്. പ്രത്യേകിച്ച് അഹ്ലുബൈത്തിൽപ്പെട്ട ശറഫാക്കപ്പെട്ട പരിശുദ്ധരായിരിക്കുന്ന ഇമാമുമാർ, ആ ഇമാമുമാർ പാപസുരക്ഷിതരാണ് എന്നുള്ള വാദം. അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് പറയുന്ന ഒരു പരാമർശമുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോട് അല്ലാഹു നൽകുന്ന കൽപ്പനകളും നിരോധനങ്ങളും വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അതിനിടയിലായി വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, അല്ലയോ നബിയുടെ ഭാര്യമാരെ, നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയൊതുങ്ങി കഴിയണമെന്നിങ്ങനെ പറയുന്നതിനിടയിൽ അല്ലാഹു പറയുകയാണ്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. ഓ അഹ്ലുബൈത്തുകാരെ, നിങ്ങളെ ശുദ്ധീകരിക്കാനും മ്ലേച്ഛത നിങ്ങളിൽ നിന്ന് ഒഴിവാക്കുവാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന, അല്ലാഹു അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ആ ഭാഗം. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാണ് അഹ്ലുബൈത്ത്? ശിയാക്കൾ പറയുന്നു, ഈ ആയത്തിൽ പറഞ്ഞ അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നബിയുടെ ഭാര്യമാരതിൽ ഉൾപ്പെടുകയില്ല. ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ അഹ്ലുബൈത്തിൽ നബിയുടെ സന്താന പരമ്പര മാത്രമേ പെടുകയുള്ളൂ. ആ സന്താന പരമ്പരകൾ മുഴുവൻ മഅ്സൂമുകളാണ്.
എന്നാണ്, അല്ലെങ്കിൽ ആ സന്താന പരമ്പരയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ മഅ്സൂമുകളാണ്, കാബ സുരക്ഷിതരാണ് എന്നാണ് ഈ ആയത്തിന്റെ പരാമർശം. പക്ഷേ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസത്തിന് വിരുദ്ധമാണത്. അഹ്ലുബൈത്തിന്റേതായ പ്രത്യേകതയുണ്ട്. അഹ്ലുബൈത്തിന്റേതായ ഇഹപര മഹത്വങ്ങളുണ്ട്. ഇത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് തന്നെയാണ്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഫീ ദാത്തി ഔലാദിഹി മിനശ് ശറഫ് മാ ലൈസ ഫീ ദാത്തി ശൈഖൈൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സന്താന പരമ്പരയുടെ ദാത്തിയായ മഹത്വങ്ങൾ ചിലപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, മറ്റു സഹാബിമാർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, നബിയുടെ ഭാര്യമാർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വലാകിന്നഹുമാ, പക്ഷേ അത് വെച്ചുകൊണ്ട്, ആ പ്രത്യേകത വെച്ചുകൊണ്ട് അഹ്ലുബൈത്താണ് അവരെക്കാളും ശ്രേഷ്ഠർ എന്ന് പറയാൻ പാടില്ല. ഷിയാക്കൾ പേച്ചത് അവിടെയാണ്. അഹ്ലുബൈത്തിന് പ്രത്യേകമായ സവിശേഷതകൾ ഉണ്ട് എന്ന് വാദിച്ചത് കൊണ്ടല്ല ഷിയാക്കൾ പേച്ചത്. അഹ്ലുബൈത്തിന് മറ്റുള്ളവർക്കില്ലാത്ത ഐഹികവും പാരത്രികവുമായ ധാരാളം പ്രത്യേകതയുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ വിവിധ കിതാബുകളിൽ പറയാറുണ്ട്, റുബ്ബമാ യകൂനു ഫിൽ മഫ്ദൂലി മാ ലാ യകൂനു ഫിൽ ഫാദിലി. ശ്രേഷ്ഠനായ ആളിൽ ഇല്ലാത്ത പ്രത്യേകതകൾ ശ്രേഷ്ഠത കുറഞ്ഞ ആളിൽ പലപ്പോഴും ഉണ്ടാകും. ആ കൂട്ടത്തിൽ ശ്രേഷ്ഠത കുറഞ്ഞ അഹ്ലുബൈത്തിന്റെ ആ കണ്ണികളിൽ ശ്രേഷ്ഠത കൂടിയ ഖുലഫാ ഉർ റാഷിദീങ്ങൾപ്പെട്ട മഹാന്മാർക്കില്ലാത്ത പ്രത്യേകതകൾ ഉണ്ടാകും. പക്ഷേ വലാകിന്നഹുമാ, എങ്കിലും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അക്സറു സവാബ, പരലോകത്ത് പുണ്യം അധികരിച്ച ആളുകളാണ്. വഅഅ്ളമു നഫ്അൻ ലിൽ മുസ്ലിമീന വൽ ഇസ്ലാം, മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും കൂടുതൽ പ്രയോജനം ചെയ്ത ആളുകളാണ്. വഅഖ്ശാ ലില്ലാഹ്, അല്ലാഹുവിനോട് ഏറ്റവും ഭയപ്പെട്ട് ജീവിച്ചവരാണ്. വഅത്ഖാ മിമ്മൻ അദാഹുമാ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ തഖ്വയുള്ള ആളുകളാണ്. എത്രത്തോളം മിൻ ഔലാദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദ്ലൻ അൻ ഗൈരിഹിം, അഹ്ലു ബൈത്ത് ഉൾപ്പെടെയുള്ള മറ്റുള്ള എല്ലാ ആളുകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠരാണ് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. അപ്പോ അഹ്ലു ബൈത്തിന് സവിശേഷതകളുണ്ട്. പക്ഷെ ആ സവിശേഷതകൾ മുന്നിൽ വെച്ചുകൊണ്ട് ശ്രേഷ്ഠരായ മറ്റുള്ള സഹാബിമാരെ തരം താഴ്ത്തി എന്നുള്ളതാണ് ഷിയാക്കൾക്ക് സംഭവിച്ച പ്രശ്നം. പിന്നീട് അവർക്ക് ഒരുപാട് തകരാറുകളുണ്ട്. എല്ലാം കൂടി ഇവിടെ പറയാൻ സമയം ഇല്ല. ഇമാമത്തുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനങ്ങൾക്കൊരു ഇമാമിന് നിയോഗിക്കൽ അള്ളാഹുവിന്റെ മേൽ നിർബന്ധമാണ് എന്നാണ് അവരുടെ വാദം. ആ ഇമാം ആരായിരിക്കണം? ആ ഇമാം അഫ്ളലുന്നാസ് ആയിരിക്കണം എന്നാണ് അവരുടെ വാദം. ആ ഇമാം ആരായിരിക്കണം? ആ ഇമാം മഅ്സൂമായിരിക്കണം എന്നാണ് അവരുടെ വാദം. മാത്രമല്ല, പലപ്പോഴും ഇമാമ് സുന്നത്തിയമായിട്ട് പറയുന്നത് ഇമാം ഒരിക്കലും ഒളിച്ചോടാൻ പാടില്ല എന്നാ. ഇമാമ് ജനങ്ങളുടെ ഹിദായത്ത്, ജനങ്ങളുടെ സംരക്ഷണം, ഹിഫ്ള്, ജനങ്ങളുടെ ഹിഫ്ളും ഹിദായത്തും ഏറ്റെടുക്കേണ്ടത് ഇമാമിന്റെ മേൽ ബാധ്യതയാണെന്ന് സുന്നത്തിയമായിട്ട് പറയുമ്പോൾ ഷിയാക്കൾ പറയുന്നു അങ്ങനെ ഇമാമ് നിർവഹിച്ചോളുന്നില്ല. അയാൾ ഇങ്ങനെ ഒളിച്ച് മറയില് വായുവിലോ അന്തരീക്ഷത്തിലോ എവിടെയെങ്കിലൊക്കെ ഒളിഞ്ഞു നടക്കുന്നതിലും കുഴപ്പമില്ല. ഹിജറ 255 ജനിച്ച മുഹമ്മദ് ബിൻ ഹസനുൽ അസ്കരി എന്ന് പറയുന്ന ആ 12 ഇമാമുകളിൽ 12ാമത്തെയാൾ, ആ 12ാമത്തെയാള് മഹ്ദിയാണ്, വാഗ്ദത്ത മഹ്ദിയാണ് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട്. അപ്പൊ ആ വാഗ്ദത്ത മഹ്ദിയാണല്ലോ ആഖിർ സമാനിന്റെ ഇമാമ്, ഭരണാധികാരി. പക്ഷേ ആ വാഗ്ദത്ത മഹ്ദി ഇപ്പോൾ എന്തുകൊണ്ട് ഭരണസാരിത്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന ചോദ്യത്തിൽ അവർ പറഞ്ഞ മറുപടി, അയാൾ ഇങ്ങനെ ഇഖ്തഫ ഫിസ്സിർദ, ഏതോ ഒരു മാളത്തിൽ മറന്നു കിടക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഇമാം മറഞ്ഞു ജീവിക്കുക എന്നുള്ളത് അനുവദനീയമാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഷിയാക്കൾ എന്ന് പറയും. ഇതൊക്കെ അവരുടെ ബിദ്അത്തിന്റെ വാദങ്ങളാണ്. അതുപോലെ തന്നെ ഒരുപാട് വാദങ്ങൾ, വേറൊരു വാദം കൂടി പറയാം, തഖിയ്യ എന്ന് പറയുന്ന വാദം. അതായത് അലിയാർ തങ്ങൾ എന്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹാബിമാരെ ഭരണമേൽപ്പിച്ചപ്പോൾ നിശബ്ദനായി എന്ന ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി തഖിയ്യ എന്ന് പറഞ്ഞാല് പേടിച്ചിട്ട് മിണ്ടാതിരുന്നതാണ്. ഇങ്ങനെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളൊരു ഏർപ്പാട് ഇത് സുന്നത്യമായിട്ട് പറയുന്നതല്ല. അലിയാർ തങ്ങളെ സംബന്ധിച്ച് ലോകം കൊണ്ട് ഏറ്റവും വലിയ ധീരനായ അലിയാർ തങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഒരാളെ മുമ്പിലും വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ള തഖിയ്യ എന്നുള്ള വാദം, ഇത് അവരുടെ ബിദ്അത്തിന്റെ മറ്റൊരു വാദമാണ്. ഞാൻ ചുരുക്കുകയാണ്, ഒരുപാട് കെട്ടുകഥകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. മഹദിയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചൊക്കെ ഒരു കെട്ടുകഥ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ അതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ വേണ്ടി വരും. ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫിയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഹലീമത്തു സഅദിയ വരുമ്പോ ഹജ്ജാജ് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ്, ഹലീമ നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു, നീ അലിയാർ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലേ?
ആ സമയത്ത് ഹലീമാബി പറയുന്ന ഒരു മറുപടി ഉണ്ട്. അലിയാർത്ഥങ്ങൾ ഞാൻ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, ഒന്നാം ഖലീഫ രണ്ടാം ഖലീഫിനേക്കാളും അലിയാർത്ഥങ്ങളാണ് മുന്നിലുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, ആദ്യ നബി ഇബ്രാഹിം നബി, സുലൈമാൻ നബി, ഈസാ നബി, മൂസാ നബി തുടങ്ങിയ നബിമാരെക്കാൾ ഉത്കൃഷ്ടനാണ് അലിയാർത്ഥങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഒരു ചരിത്രമുണ്ട്. കള്ളക്കഥകളാണ്. വേറെ കള്ളക്കഥ ഇവിടെ നമ്മുടെ 2006 മുതൽ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട കള്ളക്കഥ ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ജിബ്രീൽ അലൈഹി ഇസ്ലാം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു വസിയ്യത്തുനാമ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം ഏൽപ്പിച്ചു. ആ ഗ്രന്ഥം പൊതുജനങ്ങൾക്കുള്ളതല്ല, അത് അലിയാത്തങ്ങളുടെ കയ്യിൽ കൊടുക്കണം. പിന്നെ ഹസൻ റളിയല്ലാഹുവിന്റെ കയ്യില്, പിന്നെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കയ്യില്, പിന്നെ മൂസൽ കാദിമിന്റെ കയ്യില്, പിന്നെ ജാഫർ സാദിഖിന്റെ കയ്യില്, പിന്നെ അലിയുൻ നഖീയുടെ കയ്യില്, പിന്നെ ഹസനുൽ അസ്കരിയുടെ കയ്യില്, മുഹമ്മദ് ബിൻ ഹസനുൽ അസ്കരി, ഇങ്ങനെ 12 ഇമാമികളുടെ കയ്യിൽ ഇങ്ങനെ ഓരോ കാലത്തും കൈമാറി പോന്നിട്ട് ഓരോ ഇമാമിങ്ങളും 12 സീലുള്ള ഒരു സ്വർണ്ണ കിതാബ്. ആ സ്വർണ്ണ കിതാബ്, അങ്ങനത്തെ ഒരു കിതാബ് അലിയാർത്ഥങ്ങൾക്ക് കൊടുക്കപ്പെട്ടിട്ടില്ല, അഹ്ലു ബൈത്തിന് കൊടുക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഖുർആൻ ഒഴികെ അല്ലാഹുവിൽ നിന്ന് വഹയ്യായി ലഭിച്ച ഒരു ഗ്രന്ഥവും ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇല്ല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ എത്രയോ സ്ഥലത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ ആശയത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ട് പ്രത്യക്ഷപ്പെട്ട ചില കള്ളത്തരീക്കത്തുകാർ നമ്മുടെ നാട്ടിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2006 മാർച്ച് മാസം 29-ാം തീയതി കൂടിയ സമ്പൂർണ്ണ മുശാവറ മഹാന്മാരായ ഉസ്താദുമാർ പറഞ്ഞത് ആ ആലുവക്കാരന്റെ തരീക്കത്ത് പേച്ച തരീക്കത്താണ്, അത് അവിടുന്ന് പോകുന്ന തരീക്കത്താണ് എന്ന് പറയാൻ കാരണതാണ് ഈ ഒരു ഇങ്ങനെയുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. എന്റെ മൊബൈലിൽ തന്നെ ഞാൻ ഫോട്ടോ എടുത്ത ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ വിലായ. വിലായത്ത് സൂറത്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടുക്കണോ? ഖുർആനിലെ സൂറത്ത് 114 സൂറത്തിന്റെ കൂട്ടത്തിൽ സൂറത്തുൽ വിലായ. സൂറത്തുൽ വിലായ എന്ന് പറഞ്ഞാൽ അലിയാത്തങ്ങളുടെ മഹത്വം പറഞ്ഞുകൊണ്ട് ആരംഭിച്ചുകൊണ്ട് അലിയാത്തങ്ങളുടെ മഹത്വം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഏതാനും ആയത്തുകളുടെ ഒരു ഖുർആനിന്റെ സൂറത്ത് തന്നെ. അലിയാർ തങ്ങളുടെ മഹത്വവൽക്കരണത്തിന് വേണ്ടി ഖുർആനിന്റെ പേരിൽ പറ്റിപ്പടച്ചുണ്ടാക്കിയവർ. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. വിദഅത്തുമായി അവരുടെ ബന്ധപ്പെട്ട വാദങ്ങളുടെ സൂചനകൾ മാത്രം നൽകിയത്. ആരൊക്കെ വാദിച്ചു, എവിടൊക്കെ പറഞ്ഞു, ഏതൊക്കെ കിതാബുകളിൽ പറഞ്ഞു എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ പറയാനുള്ള സമയത്തിന്റെ പരിമിതിയെ ഓർത്തുകൊണ്ട്, തുടർന്നുള്ള വിശദീകരണത്തിന് കാതോർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വേദിയിൽ സംസാരിക്കുവാൻ അവസരം തന്ന വന്ദ്യരായ ഉസ്താദുമാർക്കും അതുപോലെ നൂറുൽ ഉലമായുടെ പ്രവർത്തകന്മാർക്കും എല്ലാവർക്കും ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തന്റെ അനുഗ്രഹീത അറിവിൻ പ്രവാഹം കൊണ്ട് വിധേയ കക്ഷികളുടെ കള്ളവാദങ്ങൾക്കും പൊള്ളത്തരങ്ങൾക്കും ശക്തമായ മറുപടി നൽകാൻ കൽപ്പും സംകൂട്ടവും നേടിയെടുത്ത പ്രൗഢോത്സവവാക്കിനെ ആയിരക്കണക്കിന് പണ്ഡിത പ്രമുഖർക്ക് ഇൽമിൻ നിർമ്മിത്തുകളെ പകർന്നുകൊടുത്ത് ദീനീ സേവന രംഗത്ത് കർമ്മവീരനായ ബഹുമാന്യരായ പ്രിയഗുരുവര്യർ ഉസ്താദ് സുലൈമാൻ ഫൈലി സംഘത്തറ സദസ്സിനോട് സംവദിക്കുന്നു. സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. صدق الله مولانا العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന അമലായി ഈ ഒത്തുചേരൽ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും സർവ്വസദുദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. ഈ മഹത്തായ വേദി ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വന്യരായ ഗുരുവര്യർ, ജാമിഅയിലെ 4 പതിറ്റാണ്ട് കാലമായി അറിവ് നുകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ശൈഖുന കോട്ടുമല ഉസ്താദ് അവർകളെ, മുശാവറ മെമ്പർ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് വയനാട്, മാണിയൂർ ഉസ്താദ്, അതുപോലെ ജാമിഅയിലെ ഉസ്താദുമാർ, പ്രഭാഷണ വേദിയിൽ തിളങ്ങി നിൽക്കുന്ന നൌഷാദ് ബാക്കവി അവർകളെ,
മറ്റു ഇവിടെ ഈ വിഷയം സംസാരിച്ച ഈ ചർച്ചയിൽ പങ്കെടുത്ത യുവപണ്ഡിതരെ, ഇനി ഇതിന്റെ ഒരു കലാശക്കൊട്ട് നടത്താൻ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട അഷ്റഫി, വേദിയിലും സദസ്സിലും സന്നിഹിതരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, ശ്രോതാക്കളെ, ഷിയയിസത്തിന്റെ ഉത്ഭവവും ബിദ്അത്ത് വാദവും നാം കേട്ടു. ഈ സദസ്സിന് സമർപ്പിക്കുന്നതിനു വേണ്ടി എനിക്ക് അർപ്പിതമായിട്ടുള്ളത് അവരുടെ കുഫിരി വാദങ്ങളെയാണ്. ഇവിടെ കൂടിയ നമുക്കത് പ്രയോജനപ്രദമാകുമോ എന്നറിയില്ല. എന്നാലും ഇന്നലകളിൽ അവർ ഏതെല്ലാം കുഫിരി ചിന്തകൾ ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നു എന്ന ചർച്ചയും അതിന്റെ വസ്തുതകൾ എന്തെന്ന ആ പറഞ്ഞ വിഭാഗക്കാരാണ് എന്നത് ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഷിയാക്കൾ പല വിഭാഗങ്ങളുണ്ട്. എല്ലാവരും കുഫ്ർ വാദത്തിന്റെ ആളുകളാണെന്ന് പറയപ്പെടാൻ സാധ്യമല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ പേരിൽ, മഹാന്മാരായ പ്രവാചകന്മാരുടെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ പേരിലൊക്കെ ഇസ്ലാമിക വൃന്ദത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ധാരാളം വിഭാഗങ്ങൾ അവരിലുണ്ട്. കൈസാനിയ എന്ന വലിയൊരു വിഭാഗത്തിന്റെ ഉപവിഭാഗമായ മുഖ്താരിയ എന്ന് പറയുന്ന മുഖ്താർ ഇബ്നു അബ്ദുല്ലാഹി സഖഫിയുടെ ഒരു വിഭാഗം, അവരുടെ വാദം യഥാർത്ഥത്തിൽ അൽ ബദാഉ ജായിസുൻ അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അനുവദനീയമായൊരു കാര്യമാണ് ബദാ എന്ന് പറയുന്നത്. അൽ ബദാഉ ഫിൽ ഹുക്മി വഫിൽ അംരി വഫിൽ ഇൽമി ജായിസുൻ അലല്ലാഹ്. അല്ലാഹു ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം പിഴച്ചതാണ്. അല്ലാഹു ഒരു വിഷയം അറിഞ്ഞാൽ ആ അറിവ് പിഴച്ചതാണ്. അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പിച്ച കാര്യം പിഴച്ചതാണെന്ന് പിന്നീട് അല്ലാഹുവിന് ബോധ്യമാകും എന്നാണ് ഇതിലൂടെ അവർ സമർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ മുഖ്താർ ഇബ്നു അബ്ദുല്ലാഹി സഖഫിയെ ഇങ്ങനെയൊരു വാദഗതി ഉന്നയിക്കുന്നതിന് നിർബന്ധമാക്കിയത് അയാൾ തന്റെ അനുയായികളോട് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന സകലമാന സംഗതികളെക്കുറിച്ചുമുള്ള കൃത്യവും വ്യക്തവുമായ വിവരം എനിക്ക് ലഭിക്കുന്നുണ്ടോ എന്നും അത് പല അത്ഭുതങ്ങളായി, പല വാഗ്ദാനങ്ങളും താക്കീതുകളുമായി തന്റെ അനുയായികളോട് അയാൾ അവതരിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് തന്റെ വാദങ്ങൾ വല്ലതും സത്യമായി വന്നാൽ ഞാൻ വാദിക്കുന്ന വരാനിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള എന്റെ അറിവ് സത്യമാണെന്നതിന് തെളിവായി അയാൾ ആ കാര്യം ഉദ്ധരിക്കുന്നു. മറിച്ച് താൻ പറഞ്ഞത് വല്ലതും പിഴച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതായിരുന്നു അല്ലാഹുവിന്റെ തീരുമാനം, ഇപ്പോൾ ആ തീരുമാനം പിഴവാണെന്ന് അല്ലാഹുവിന് ബോധ്യമായതുകൊണ്ട് അല്ലാഹു ആ തീരുമാനം മാറ്റിയിരിക്കുന്നു എന്ന് അയാൾ തന്റെ അനുയായികളോട് വാദിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അല്ലാഹുവിന്റെ ഇൽമിനെ, അല്ലാഹുവിന്റെ ഹുക്മിനെ, ഇറാദത്തിനെയൊക്കെ നിഷേധിക്കുന്ന കുഫ്രി ചിന്തകളാണ് അവർക്കുള്ളത്. അതുപോലെ ആ കൈസാനിയ വിഭാഗത്തിലെ മറ്റൊരു വിഭാഗമാണ് ഹാഷിമിയ എന്ന് പറയുന്നത്. ഹാഷിമിന് മുഹമ്മദ് ബിൻ ഹനഫിയ എന്ന ആളുടെ അനുയായികളാണ് ഹാഷിമിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവർ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുണ്ട്. അതിലൊരു വിഭാഗം അബ്ദുല്ലാഹി ബിൻ അംറുൽ കിന്ദിയുടെ നേതൃത്വത്തിൽ പല അവകാശവാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അബൂ ഹാഷിം തനിക്ക് ഇമാമത്ത് വസിയത്ത് ചെയ്തിരുന്നുവെന്നും അങ്ങനെ അബൂ ഹാഷിമിന്റെ ആത്മാവ് തന്നിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നും അയാൾ വാദിക്കുന്നു. അതുമാത്രമല്ല, അയാളുടെ ഗൗരവകരമായ മറ്റൊരു വാദം റൂഹുല്ലാഹി തനാസഹത്ത് ഹത്താ വസലത്തി ഇലൈഹി വഹല്ലത്ത് ഫീഹി, അല്ലാഹുവിന്റെ ആത്മാവ് തന്നെ പരിശുദ്ധമാരായ ഇമാമുകളിലൂടെ തന്നിലേക്ക് വന്നു ചേരുകയും തന്നിൽ അല്ലാഹു അവതരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ഹുലൂൽ അവതാരവാദത്തിന്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹി ബിൻ അംറുൽ കിന്ദിയുടെ ആളുകൾ. അവർ പിന്നെ മറ്റൊരു വാദം ഉന്നയിക്കുന്നത് അല്ലാഹുവിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇവിടെ അവതാരങ്ങള്, റൂഹുകൾ, ആത്മാക്കൾ മറ്റുള്ള ആളുകളിലേക്ക് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് അവതരിച്ചു കൊണ്ടിരിക്കുമെന്ന യഥാർത്ഥ ഹൈന്ദവ വിശ്വാസത്തിന്റെ ആളുകളാണിവർ. ഇവർ വാദിക്കുന്നത് അന്നൽ അർവാഹ
തതനാസഹു മിൻ ജസദിൻ ഇലാ ജസദ്, ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാക്കൾ പകർന്നുകൊണ്ടിരിക്കും. അത് അവരുടെ ശിക്ഷയായി രക്ഷയായൊക്കെ രൂപാന്തരപ്പെടുന്നതാണ്. സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് നല്ല ജന്മം നൽകിക്കൊണ്ട് നല്ല ആളുകളായി അവർ ഇവിടെ പുനർജനിക്കുമെന്നും, തിന്മകൾ അനുഷ്ഠിക്കുന്നവർ, തിന്മകൾ ചെയ്യുന്നവർ അവർ മോശമായ ജന്മങ്ങളിലൂടെ ഇവരെ പുനർജനിക്കുകയും ചെയ്യുന്നു എന്ന് ഹിന്ദുവാദം, ഹൈന്ദവതയുടെ വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ വാദഗതി ഉന്നയിക്കുക വഴി അവർക്ക് ഖിയാമത്ത് നാളിനെ നിഷേധിക്കേണ്ടതായി വന്നു. അന്ത്യനാളെന്നത് ലോകത്ത് സംഭവിക്കാൻ പോകുന്നതല്ല. കാരണം ശിക്ഷയും രക്ഷയും നൽകുന്നത് ഇവിടെ വെച്ചുകൊണ്ട് തന്നെയാണ്. അത് പല ജീവികളായി, പല മനുഷ്യരായി അള്ളാഹു ഇവിടെ പടക്കുന്നതിലൂടെ അവർക്ക് ശിക്ഷ ഭൗതിക ലോകത്ത് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ലഭിക്കുന്നത് കാരണമായി ഇനി ആഖിറത്തിലേക്ക് ആവശ്യമില്ലെന്നും ഒരു ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന വിശ്വാസമില്ലെന്നും അവർ വാദിക്കുന്നു. മാത്രവുമല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നത് ഷിയാക്കളിലെ പല വിഭാഗം ആളുകളും ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ലൈസ അലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ജുനാഹുൻ ഫീമാ തഅമു ഇദാ മത്തഖൗ. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ പറയുന്ന ഈ ആയത്തിനെ അവർ വ്യാഖ്യാനിക്കുന്നത് വിശ്വാസമനുഷ്ഠിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കുറ്റമില്ല. ഫീമാ തഅമു, അവർ ഭക്ഷിക്കുന്ന കാര്യങ്ങളിൽ, ഇദാ മത്തഖൗ, അവർ തഖ്വ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ എന്ന ആയത്തിന് അവർ നൽകുന്ന വ്യാഖ്യാനം അല അന്ന മൻ വസല ഇലൽ ഇമാമി, ഇമാമിനെ മനസ്സിലാക്കുകയും ഇമാമിനെ അറിയുകയും ഇമാമിനെ എത്തിച്ചേരുകയും ചെയ്തയാൾ, ഇർതഫഅ അൻഹുൽ ഹറജു ഫീ ജമീഇ മാ യതഅം, അയാൾ കഴിക്കുന്നതിലെ എല്ലാ നിഷിദ്ധങ്ങളും അയാളിൽ നിന്ന് ഉയർന്നു പോയിട്ടുണ്ട്. പന്നിയും പട്ടിയുമൊക്കെ കഴിക്കാൻ ലോകത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നിഷിദ്ധമാക്കിയതും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നിഷിദ്ധമാക്കിയതുമായ എല്ലാ വസ്തുക്കളെയും കഴിക്കാനുള്ള അധികാരമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇമാമത്തിലേക്ക് ചേർന്നാൽ എന്തുമാകാമെന്ന വളരെ അപകടം പിടിച്ച ബാധമാണ് ഇവർക്കുള്ളത്. മറ്റൊരു വിഭാഗമാണ് ബയാനിയ, അൽ ബയാനിയ. എല്ലാം വിശദമായി പറയാൻ ഇവിടെ സമയമില്ലല്ലോ. ബയാൻ ബിൻ സംആൻ തമീമിയുടെ അനുയായികളാണവർ. ഇവർ വാദിക്കുന്നത് അബൂ ഹാഷിമിൽ നിന്ന്, നേരത്തെ പറഞ്ഞ ഹാഷിമിയ വാദത്തിന്റെ ഉപശാഖ തന്നെയാണ്. അബൂ ഹാഷിമിൽ നിന്ന് തന്നിലേക്ക് ബയാൻ ബിൻ സംആനിയിലേക്ക് അബൂ ഹാഷിമിന്റെ റൂഹ് പറന്നുവിട്ടുണ്ട് എന്നും അങ്ങനെ താൻ അബൂ ഹാഷിമിന്റെ പിൻഗാമിയാണെന്നും അയാൾ വാദിക്കുന്നു. മാത്രവുമല്ല, അബൂ ഹാഷിമിന്റെ പിൻഗാമിയായി ഇമാമായല്ല അയാൾ വാദിക്കുന്നത്. ഇമാമത്ത് വാദിച്ചതിൽ അവസാനിക്കാതെ ഇപ്പോൾ എനിക്ക് നുബുവത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന വാദം കൂടി അയാൾ ഉന്നയിക്കുന്നുണ്ട്. അയാൾ ബയാൻ അന്നുബുവ, ബയാൻ നുബുവത്തിനെ വാദിക്കുന്നു. അയാൾ അതിന് ഓതുന്നത് വിശുദ്ധമായ ഖുർആനാണ്. ഹാദാ ബയാനുൽ ലിന്നാസി വഹുദൻ, ഇതാ ഇത് ബയാൻ, ജനങ്ങൾക്ക് വേണ്ടി അവതരിച്ചിട്ടുള്ള ബയാനാണ്, ഞാൻ നബിയാണ്, പ്രവാചകനാണ് എന്ന് അയാൾ വാദിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. മാത്രവുമല്ല, അയാൾക്ക് യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചുള്ള വാദം, ഇവരുടെ വാദം അവതാരമാണ്. അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ അവതാരമാണ്. ഹല്ല ഫീ അലിയിൻ ജുസ്ഉൻ ഇലാഹിയുൻ വത്തഹദ ജസദുഹു ബിജസദിഹി, അലിയാർ തങ്ങളിൽ അല്ലാഹുവിന്റെ ഇലാഹിയായ അംശം അവതരിക്കുകയും അങ്ങനെ അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്തിട്ടുണ്ടെന്നും അലിയാർ തങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. മേഘത്തിനാണ് അലിയാർ തങ്ങൾ ജീവിക്കുന്നത്. മേഘത്തിന്റെ ശബ്ദം, മേഘത്തിൽ നിന്ന് ഇടിനാഥം മുഴങ്ങുന്നത് അലിയാരുടെ ശബ്ദവും ലൈറ്റിംഗ്, നാം കാണുന്ന മിന്നർ പിണർപ്പ് അലിയാരുടെ പുഞ്ചിരിയുമാണെന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അതുപോലെ ധാരാളം വാദങ്ങൾ അവരുടേതായി നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന വാദങ്ങൾ. അതുപോലെ സൈദിയ വിഭാഗത്തിൽപ്പെട്ട സുലൈമാൻ ഇബ്നു ജരീറിന്റെ അനുയായികൾ വാദിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കാഫിറാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹു, സുബൈർ റളിയല്ലാഹു തആല അൻഹു, തൽഹ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ സ്വഹാബികളെ കാഫിറാക്കുന്ന വിഭാഗം. ഇവരിലെ അതിഗൗരവകരമായ അതികഠിനമായ കുഫർ വാദിക്കുന്ന ആളുകളാണ് വാലിയത്ത് എന്ന് പറയുന്ന ആളുകൾ. അവർ ഇമാമുമാരെ ഇലാഹിനോടും ഇലാഹിനെ ഇമാമുമാരോടും സദൃശമാക്കിക്കൊണ്ട് പല വാദഗതികളും ഉന്നയിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബിൻ സബഇന്റെ അനുയായികളാകുന്ന സബഇയകൾ, അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ
പ്രതിരൂപമായി അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഇലാഹായി ചിത്രീകരിക്കുന്നവർ അവരിൽ മറ്റൊരു വിഭാഗമുണ്ട് അൽ-ബാഇയുടെ അനുയായികൾ. അവർ പറയുന്നത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ ശ്രേഷ്ഠമാക്കിയതിന് പുറമെ യഥാർത്ഥത്തിൽ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി നിയോഗിച്ചതല്ല, അലിയാർ തങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ദൗത്യം നിർവഹിക്കേണ്ടത്. അലിയാറിലേക്ക്, അലി റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് മുഹമ്മദിനോട് പറഞ്ഞത്. അത് തന്നിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ താൻ പ്രവാചകനായി രംഗത്ത് വരികയും ചെയ്തതാണ് എന്ന് ഈ വിഭാഗം ആളുകൾ വാദിക്കുന്നു. മറ്റൊരു വിഭാഗം മുഗീറത്ത് ബിൻ സഈദ് അൽ അജ്രിയുടെ അനുയായികൾ. അവർ ഇമാമത്തിനെ വാദിച്ചു എന്നത് അത് സ്വാഭാവികമായും കുഫറായി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ സ്വന്തം പ്രവാചകനായി വാദിച്ചിട്ടുള്ള ആളാണ് മുഗീറത്ത് ബിൻ സഈദ്. മാത്രവുമല്ല അയാൾ പറയുന്നു വസ്തഹല്ലൽ മഹാരിം, എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളും ഇവിടെ അനുവദനീയമാണെന്ന് അയാൾ വാദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വന്തം ശരീരമുണ്ടെന്നും അവയവങ്ങളുണ്ടെന്നും അല്ലാഹുവിന്റെ ഹിജായിയായ അക്ഷരങ്ങളുടെ രൂപത്തിൽ അല്ലാഹുവിന് എല്ലാ അവയവങ്ങളുമുണ്ടെന്നും അല്ലാഹുവിൽ നിന്ന് പ്രത്യേകമായ ഹിക്മത്ത് വരുന്ന ഖൽബ് അല്ലാഹുവിനുണ്ടെന്നും ഇവർ വാദിക്കുന്നുണ്ട്. മാത്രവുമല്ല അബദ്ധജടിലമായ ഒരു കഥ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഇവർ ഉന്നയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ പടക്കാൻ ഉദ്ദേശിക്കുമ്പോ തകല്ലമ ബിൽ ഇസ്മിൽ അഅ്ലം, അല്ലാഹു ഇസ്മുൽ അഅ്ലം സംസാരിച്ചു, ഉച്ചരിച്ചു. അങ്ങനെ അതിന്റെ പവർ കൊണ്ട്, ശക്തി കൊണ്ട് വാനലോകത്തിങ്ങനെ അല്ലാഹു തആല ഇങ്ങനെ സഞ്ചരിച്ചു, പറന്നു നടന്നു. അതിനിടയിൽ തന്റെ കൈപ്പത്തിയിൽ എഴുതിയിട്ടുള്ള മനുഷ്യരുടെ, തന്റെ ഇബാദുകളുടെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലാഹു വെളിപ്പെടുകയാണ്. അതിലേക്ക് നോക്കുന്നു. അതിൽ തന്റെ അടിമകൾ ചെയ്യുന്ന തെറ്റ് കാണുമ്പോൾ അല്ലാഹു തആലക്ക് ദേഷ്യം വരികയാണ്, കോപം വരികയാണ്. ആ കോപത്തിൽ അല്ലാഹു വിയർത്തുകൊള്ളുന്നു. ആ വിയർപ്പിൽ നിന്ന് രണ്ട് സമുദ്രങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന് കറുത്തിരുണ്ട ഉപ്പുരുചിയുള്ള സമുദ്രവും മറ്റൊന്ന് തെളിഞ്ഞ നല്ല രുചിയുള്ള വെള്ളമുള്ള സമുദ്രവും. അങ്ങനെ ഉപ്പുരുചിയുള്ള കറുത്ത വെള്ളത്തിൽ നിന്ന് മറ്റു കുഫാറുകളെ അല്ലാഹു സൃഷ്ടിച്ചുവെന്നും അതുപോലെ നല്ല പ്രകാശിക്കുന്ന ജലത്തിൽ നിന്ന് സത്യവിശ്വാസികളെ അല്ലാഹു പടച്ചുവെന്നും വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രവുമല്ല അതിൽ തന്റെ നിഴൽ അല്ലാഹു കാണുകയും ആ നിഴലിൽ നിന്നാണ് സൂര്യനും ചന്ദ്രനും അല്ലാഹു പടച്ചതെന്നും വാദിക്കുന്നു. അല്ലാഹുവിന്റെ ഈ ഇത്തരം സൃഷ്ടിപ്പിനെ കുറിച്ച് വാദിച്ചിട്ടവർ പറയുന്നു യഥാർത്ഥത്തിൽ ഇവിടെ അല്ലാഹു ആദ്യമായി പഠിച്ചത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വില്ലാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വില്ല് പഠിച്ചതിന് ശേഷം അല്ലാഹു തആല ചില ആളുകളോട് പരീക്ഷണത്തിന് വേണ്ടി അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അമാനത്ത് ഏറ്റെടുക്കണമെന്ന്. ആദ്യമായി പർവ്വതത്തിനോടും ഭൂമിയോടും അമാനത്ത് ഏറ്റെടുക്കാൻ അല്ലാഹു പറഞ്ഞു. ഇന്ന അർളനൽ അമാനത അലസ് സമാവാതി വൽ അർള്. അമാനത്തിനവർ നൽകുന്ന വ്യാഖ്യാനം അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമത്തിൽ നിന്ന് വിലക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളോട് ആവശ്യപ്പെട്ടു എന്ന്. ഫഅബൈന, ആകാശഭൂമികൾ അതിന് വിസമ്മതിച്ചു. വഅശ്ഫഖന, അവകൾ പേടിച്ചു. വഹമലഹൽ ഇൻസാൻ, അതിനെ ഏറ്റെടുത്തത് പിന്നെ മനുഷ്യരോട് ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവർ വ്യാഖ്യാനിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മനുഷ്യരോട് ഏറ്റെടുക്കാൻ പറയുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണത്രേ, നിങ്ങൾ ആ ഇമാമത്ത് ഏറ്റെടുക്കണം, ഞാൻ നിങ്ങളെ സഹായിച്ചു കൊള്ളാം, പക്ഷേ നിങ്ങൾക്ക് ശേഷം ഖിലാഫത്ത്, ഇമാമത്ത് എനിക്ക് നൽകണമെന്ന വ്യവസ്ഥ പ്രകാരം നിങ്ങൾ അത് ഏറ്റെടുക്കണം. അങ്ങനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതാണ് എന്നാണ് അവർ നൽകുന്ന വ്യാഖ്യാനം. വിശുദ്ധമായ ഖുർആനിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുക വഴി കാഫിറായവരാണിവർ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഇത് ഖാലൽ ഇൻസാനി ഉക്ഫുർ, മനുഷ്യനോട് കുഫർ അവിശ്വസിക്കണം, കമസലി ശൈത്താൻ, ശൈത്താനെ പോലെ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ആ ഉദാഹരണത്തിൽ ശൈത്താൻ എന്ന് പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന വളരെ പിഴച്ച വാദം ഉന്നയിച്ചിട്ടുണ്ട് ഈ വിഭാഗം ആളുകൾ. വിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അവതാരവാദം ഉന്നയിച്ചുകൊണ്ട്, അതുപോലെ പുനർജന്മവാദം ഉന്നയിച്ചുകൊണ്ട്, അതുപോലെ അല്ലാഹുവിന് സൃഷ്ടികളോട് സാമ്യപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള പല കുഫ്രി വാദങ്ങളും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ അവസാനമായി സൂചിപ്പിക്കുന്നത്, ഇവരുടെ കൂട്ടത്തിൽ മൻസൂരിയ വിഭാഗമുണ്ട്. അവർ വാദിക്കുന്നത്, അബൂ മൻസൂർ ഇജ്ലിയുടെ ആളുകൾ വാദിക്കുന്നത് തന്നെ അല്ലാഹു തആല ആകാശ ലോകത്തേക്ക് പ്രത്യേകമായി
ക്ഷണിച്ചു വരുത്തുകയും അവിടെ വെച്ചുകൊണ്ട് സുറിയാനി ഭാഷയിൽ എന്നോട് സംസാരിക്കുകയും ചെയ്തു എന്ന. അള്ളാഹു അടുത്തിരുന്ന് എന്റെ തലയെ തടവിക്കൊണ്ട് പറഞ്ഞു, നീ എന്റെ പ്രവാചകനാണ്, നിന്നെ ഞാൻ ഖലീലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നീ ഭൂമിയിൽ ചെന്ന് ദഅവത്ത് നടത്തണമെന്ന് ഇയാളോട് പറഞ്ഞുവത്രേ, അബൂ മൻസൂർ അജ്ലിയോട്. അതനുസരിച്ചുകൊണ്ട് അയാൾ ഭൂമിയിലേക്ക് വരികയും ഇവിടെ ദഅവത്ത് നടത്തുകയും ചെയ്തു. അയാളുടെ വാദം, പ്രവാചകത്വം ഒരിക്കലും അവസാനിക്കുകയില്ല, പ്രവാചകന്മാർ എന്നും വന്നുകൊണ്ടിരിക്കുമെന്ന്. മാത്രവുമല്ല, അയാൾ പറയുന്നത് ജന്നത്ത് എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിനെ പരാമർശിച്ചിട്ടുള്ള ജന്ന എന്ന വാക്ക് അത് യഥാർത്ഥത്തിൽ സ്വർഗമല്ല, അതൊരു മനുഷ്യന്റെ പേരാ. നാം അനുസരിക്കേണ്ട, നാം പിൻപറ്റേണ്ട ഒരു ഇമാമിന്റെ പേരാണ് ജന്നത്ത്. ആ ഇമാമിനെ കണ്ടെത്തിയാൽ അയാൾക്ക് സ്വർഗം ജന്നത്ത് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ വാജിബാത്ത് എന്ന് പറയുന്നത് ആ ഇമാമിന്റെ അനുയായികളാണ്, അവരെ നാം സഹായിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ ഇമാമിനെ കണ്ടെത്തുകയും ഇമാമിന്റെ അനുയായികളെ സഹായിക്കുകയും ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. കാഫിർ, നരകം എന്ന് പറയുന്നത് അത് ഇമാമിന്റെ പ്രതിയോഗിയുടെ പ്രവർത്തനമാണ്, ആളുടെ പേരാണ്. അതുകൊണ്ട് തന്നെ ഇമാമിനെ മനസ്സിലാക്കിയാൽ ഇമാമിന്റെ എതിരാളിയെ സ്വാഭാവികമായി മനസ്സിലാക്കുകയും അയാളെ തിരിച്ചറിഞ്ഞ് അയാളുടെ അനുയായികളാകുന്ന മഹാരിമ്, നിഷിദ്ധമായ കാര്യങ്ങളല്ല, അയാളുടെ അനുയായികൾ അവരെ തിരിച്ചറിഞ്ഞ് എതിർക്കുകയും ചെയ്തതോടുകൂടെ തന്റെ തക്ലീഫെല്ലാം ഉയർന്നു പോയിട്ടുണ്ട്. ഇനി ഭൂമി ലോകത്ത് ചെയ്യാനായി മറ്റൊന്നുമില്ല, എല്ലാം തനിക്ക് ലഭിച്ചിരിക്കുന്നു, അയാൾ കമാലിലെത്തിയിരിക്കുന്നു എന്ന വിദണ്ഡവാദം, കുഹരി ആശയം ഉന്നയിക്കുന്നവരാണ് മൻസൂരിയാക്കൾ. അങ്ങനെ നിരവധി വാദഗതികൾ ഉന്നയിക്കുന്ന കുഹരി ചിന്തകൾ പ്രചരിപ്പിച്ചിട്ടുള്ള വിഭാഗമാണ് ഷിയാക്കൾ. അവരെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും? യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ ധന്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെയും പ്രവർത്തകരെയും അതിന്റെ പ്രചാരകരെയും ഒക്കെ ഷിയയിസം ആരോപിച്ചുകൊണ്ട് ഇവിടെ പല കുപ്രചനങ്ങളും നടത്തുന്നുണ്ട്. എന്താണ് വസ്തുത, എന്താണ് അതിന്റെ യാഥാർത്ഥ്യങ്ങളെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അഷ്റഫി നിങ്ങളോട് അവതരിപ്പിക്കും. അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും. ഒരു വർഷം ബിരുദം പോകേണ്ട ഫൈലന്മാർ നൂറുൽ ഉലമാ ഓഫീസിൽ ചെന്ന് എത്രയും പെട്ടെന്ന് പേരന്റ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. ആദർശവേദികളിലെ ധീരശബ്ദം, ആദർശവേദികളുടെ പേരുസ്വപ്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പടയണിയുടെ ഉപാധ്യക്ഷൻ ഉസ്താദ് മുസ്തഫ അഷ്റഫി തക്കപ്പടി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രൗഢഗംഭീരമായ വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നു. പെട്ടെന്നുണ്ടായിക്കൊണ്ട് ഉസ്താദ് സുരേന്ദ്ര സദസ്സിനോട് ആശംസാഭാഷണം നിർവഹിക്കുന്നു. സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ അറിവിന്റെ സ്വർഗീയ തീരമായ ഈ മഹത്തായ സ്ഥാപനത്തിലെ ആണിക്കല്ലുകളും അടിസ്ഥാനവുമായ പ്രിയപ്പെട്ട ഗുരുവര്യന്മാരെ, ആദർശ പഠന മേഖലയിൽ കേരളത്തിന് ആർക്കും എതിർക്കാൻ പറ്റാത്ത തനതായ സുന്നത്ത് ജമാഅത്തിന്റെ മൂല്യങ്ങളെ അതിന്റെ വിലയോടുകൂടി അവതരിപ്പിക്കാൻ അള്ളാഹു കഴിവ് കൊടുത്ത സമസ്തയിലെ ആദർശധീരന്മാരായ പ്രിയപ്പെട്ട ഈ സ്റ്റേജിലിരിക്കുന്ന ഗുരുവര്യന്മാരെ, സയ്യിദന്മാരെ, ഈ സ്ഥാപനത്തിന്റെ ഭാഗവാക്കാകുവാൻ അള്ളാഹു തന്ന അവസരത്തെ ഇൽമിന്റെ തീരത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയ എന്റെ പ്രിയപ്പെട്ട മുമ്പിലിരിക്കുന്ന ഉസ്താദുമാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സംഗമത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും ഒരു മനുഷ്യന്റെ വിലപ്പെട്ട, ഏറ്റവും വിലമതിക്കാനാകാത്ത ഒരു വസ്തു എന്ത് എന്ന് ഒരിക്കൽ ഒരു രാജാവ് തന്റെ കൊട്ടാരത്തിലെ അണികളോട് ചോദിച്ചു. ഏറ്റവും വിലപ്പെട്ട വസ്തുവിനെക്കുറിച്ച് നാളെ പ്രഭാതത്തിൽ എനിക്ക് മറുപടി തന്നില്ലെങ്കിൽ എന്റെ കൊട്ടാരത്തിലെ പണ്ഡിതവർഗം എന്ന് പറയുന്നവരുടെ ശിരസ് ഞാൻ അറുത്തുവെക്കും എന്ന വാദം ഉന്നയിച്ചപ്പോ
ആ കൊട്ടാരത്തിന്റെ അകത്തുണ്ടായിരുന്ന രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാർ രാജാവിന്റെ ചില അറിവില്ലായ്മയെ പറഞ്ഞ് പരിഹരിച്ചു കൊടുക്കാൻ കഴിവ് കൊടുത്ത കുറച്ച് പണ്ഡിതന്മാർ, അവരെല്ലാവരും ഒറ്റ രാത്രിയിൽ ആലോചന നടത്തി എന്തു മറുപടിയാണ് ഞങ്ങളുടെ രാജാവിന് ഞങ്ങൾ കൊടുക്കുക, ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവിനെക്കുറിച്ച് വേണം ഞങ്ങൾ പറയാൻ. പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ അവർ ഓരോരുത്തരും ഒന്ന് രാജാവിനോട് പറയുകയുണ്ടായി, രാജ്ഞിയുടെ ഉടയാടകളാണ്, ആഭരണങ്ങളാണ്, രാജകൊട്ടാരത്തിന്റെ മുമ്പിലെ കൊടിമരമാണ്, സർവ്വതും രാജാവ് തള്ളി. ഇതൊന്നും ലോകത്തെ ഏറ്റവുമധികം വിലപിടിപ്പുള്ള വസ്തുവല്ല എന്ന് പറഞ്ഞു നിർത്തിയപ്പോൾ പ്രായാധിക്യത്തിന്റെ പടിങ്കുടിയിൽ വീണ അവിടുത്തെ ഒരു വലിയ പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, 1000 കുതിരശക്തികൾ കൊണ്ട് തിരിച്ചു വിളിച്ചാലും കിട്ടാതെ മനുഷ്യനിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ദൈവം അവന് കൊടുത്തതിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറയുകയും രാജാവിന്റെ സമ്മാനത്തിന് ആ പണ്ഡിതൻ അർഹത നേടുകയും ചെയ്തു. ഞാനിവിടെ പറഞ്ഞത്, ഈ മഹത്തായ സ്ഥാപനം കാണുമ്പോൾ ഇതിന്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോകാതെ മരിക്കുന്നതുവരെ ഈ അറിവിന്റെ തേൻ നുകരാനുള്ള ഭാഗ്യം അള്ളാഹു തന്നിരുന്നെങ്കിലെന്ന് ഇൽമിനെ സ്നേഹിക്കുന്ന ആരും കൊതിച്ചു പോകുന്നത് അതിനുവേണ്ടി സമയം ചിലവഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ പ്രതിഫലത്തിന് വേണ്ടിയാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഒരു ബൃഹത്തായ ചർച്ചയാണ്. എന്റെ അഭിപ്രായത്തിൽ ഓരോ വർഷവും ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിന് വന്നാൽ മതി, ആ ഒരു വർഷം അവന്റെ മനസ്സിലെ ഏറ്റവും വലിയ അറിവിന്റെ ആഴക്കടലിന്റെ മാണിക്യമുത്ത് നേടാൻ ആ സമ്മേളനത്തിലെ ആദർശ പഠന ക്ലാസുകളിലൂടെ അവന് സാധിക്കുമെന്നതിൽ ഇവിടെ ചെലവഴിച്ച അരമണിക്കൂർ കൊണ്ട് യാതൊരുവിധ സംശയവും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന, കേരളം മാത്രമല്ല ഷിയാക്കളുടെ ചർച്ച, ലോകം മൊത്തവും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്തൊക്കെ കോപ്രായങ്ങൾ, എന്തൊക്കെ കോമാളിത്തരങ്ങൾ. പക്ഷേ അതിന്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് വായിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സമസ്തയുടെ ആദർശത്തിന്റെ ഉരുക്കുകോട്ടയിലെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാരുടെ പേര് പറയാൻ സാധ്യത വന്നപ്പോൾ അതിനെ നേരത്തെ ഒരു മുഴം മുമ്പേ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഇനിതാ സമുദായത്തിന്റെ സേവകരായി രംഗത്തിറങ്ങാൻ പോകുന്ന ആദർശത്തിന്റെ പട്ടാളക്കാരായ പ്രിയപ്പെട്ട ഫൈസാബാദിലെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ജാമിഅ നൂരിയയിലെ പ്രിയപ്പെട്ട ഇൽമിന്റെ കുതിരക്കുട്ടികളോട് അതിന്റെ ആശയാദർശത്തെ സവിസ്തരം പ്രതിപാദിക്കാൻ ഇനി സമയം കണ്ടെത്തിയ പ്രിയപ്പെട്ട പണ്ഡിതന്മാർക്ക് വേണ്ടി നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യുന്ന റബ്ബേ, കാലഘട്ടം വളർന്നു വരുമ്പോ ഏതൊക്കെ ആശയാദർശങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വിനയാന്വിതരായ ഗുരുവര്യന്മാരെ തേജോവധം ചെയ്യാൻ രംഗത്ത് വരുമ്പോഴും അവർക്കെതിരെ ആൺകുട്ടികളെ പോലെ നെഞ്ചുവിരിച്ച് അറിവിന്റെ നായകന്മാരായി നിൽക്കാൻ ഈ പ്രിയപ്പെട്ട തലമുറയ്ക്ക്, ഈ യുവത്വത്തിന്, ഈ ആലിമ്യങ്ങൾക്ക് നീ സൗഭാഗ്യം കൊടുക്കണേ റബ്ബേ എന്ന് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യുകയാണ്. കാരണം അതൊരു വലിയ ചർച്ച തന്നെയാണ്. ഞാൻ നിർത്തുന്നു. ഈ ഒരു വലിയ ചർച്ചയ്ക്കിടയിൽ എങ്ങനെയോ ഒന്ന് ഇടയ്ക്ക് കയറാൻ പറ്റിയത് അള്ളാഹുവിന്റെ ജീവിതത്തിൽ തന്ന വലിയൊരു ഭാഗ്യമായി കണക്കാക്കുന്നു. പക്ഷേ അറിവിന് വേണ്ടി വിലപ്പെട്ട സമയം ചെലവഴിക്കുന്ന നിങ്ങളോട് കോഴിക്കോട് അരയിടത്ത് പാലത്ത് ഇപ്പോൾ നടന്ന പ്രോഗ്രാമിൽ ബഹുമാനനും ആദരണീയമായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞ ഒരു ചെറിയ വാക്ക് നിങ്ങൾക്ക് മുന്നിൽ അത് സമർപ്പിച്ചിട്ട് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ പിരിയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെറുശ്ശേരി ഉസ്താദിന് ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പൂർണ്ണമായും രോഗശാന്തി കൊടുക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വേദനയെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ദുആ കിട്ടാൻ ഇതിൽ പരം വലിയ ഒരു സദസ്സ് എന്റെ പ്രിയപ്പെട്ടവർ ഇനി നമുക്ക് ആലപ്പുഴയിൽ മാത്രമേ കിട്ടുള്ളൂ. അതിനപ്പുറമുള്ള സദസ്സ് ഇത് തന്നെയാണ്. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ടവരൊരു കസേരയിട്ട് ചെറിയൊരു ടീപ്പോ മുമ്പിലിട്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ തടിച്ചുകൂടി അരയിടത്ത് പാലത്തിൽ കഴിഞ്ഞ ആഴ്ചയിലെ എന്റെ പ്രോഗ്രാമിന്റെ ഒരു അവസ്ഥയാണ്. ഞാൻ ആ സദസ്സിലിരുന്ന് ശരിക്ക് കരഞ്ഞുപോയി. ഒരു ഡയറി എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ദറസിലെ മുതഅല്ലിമീങ്ങൾക്ക് ബഹുമാനപ്പെട്ടവർ ക്ലാസ് എടുക്കുന്നത് പോലെ അവിടെ വന്നിരിക്കുന്ന സാധാരണക്കാർക്ക് മൗലിദിന്റെയും റബീഉൽ അവ്വൽ ആഘോഷത്തിന്റെയും മുത്തറസൂലിന്റെ പുണ്യദിനത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിന്റെയും സ്വഹീഹായ ഹദീസ് വളരെ നിലവാരത്തോടുകൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗം എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിന്റെ അവസാനം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സാധാരണ കഴിവുള്ള ഒരു മനുഷ്യന് 1 രൂപ നമ്മൾ സ്വതക്ക ചെയ്താൽ അവന് 10 നന്മ അള്ളാഹു കൊടുക്കും. കഴിവുള്ള ഒരാൾക്ക് ആരോഗ്യമുണ്ട്, ജോലി ചെയ്യാൻ സൗഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്, ആ മനുഷ്യന് 1 രൂപ കൊടുത്താൽ 10 നന്മ അള്ളാഹു കൊടുക്കും. കഴിവില്ലാത്ത
ജോലിക്കൊന്നും പോകാൻ നിവൃത്തിയില്ലാത്ത ഫക്കീറായ ഒരു മനുഷ്യനാണ് 1 രൂപ കൊടുക്കുന്നതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് 100 നന്മ കൊടുക്കും. എന്നിട്ട് പറയുന്നു, ആ 1 രൂപയെ അവന്റെ വീട്ടിലെ സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മാക്കാണ് കൊടുക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറയുന്ന 1,00,000 നന്മയാണ് അവന് കിട്ടുക. ആ 1 രൂപയെ ഇൽമു പഠിക്കുന്ന ഒരു മുത്തഇല്ലിമിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അവന് 9 ലക്ഷം നന്മ കിട്ടുമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞെങ്കിൽ അൽഹംദുലില്ലാ, ഈ സ്ഥാപനത്തിന് ആദ്യം കല്ലുവെച്ചത് മുതൽ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കു വേണ്ടി സാമ്പത്തികം ചെലവഴിക്കുന്ന സഹോദരങ്ങൾ, ഈ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കാവൽ പട്ടാളത്തെ വാർത്തെടുക്കാൻ സമയവും സമ്പത്തും ചെലവഴിക്കുന്നവർക്ക് ഓരോ നിമിഷത്തിലും ആ 9 ലക്ഷം പ്രതിഫലം അല്ലാഹുവേ നീ കൊടുക്കണേ എന്ന് മാത്രമേ ഈ സാധുവായ സഹോദരന് ദുആ ചെയ്യാൻ കഴിയുന്നുള്ളൂ. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഈ സാധുവായ സഹോദരനെ ഓർക്കണമെന്നറിയിച്ചുകൊണ്ട് ഈ വലിയ ചർച്ചയ്ക്കിടയിൽ കയറി വന്നതിന് പൊരുത്തം ചോദിച്ചുകൊണ്ട് ഞാൻ തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ വിനതിനു വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമസ്തക്കെതിരെ വരുന്ന എല്ലാ ആക്ഷേപത്തിന്റെ കൂരമ്പുകളെയും തകർത്തെറിഞ്ഞ് ആൺകുട്ടികളെ പോലെ മുന്നേറി 90ാം വാർഷിക മഹാസമ്മേളനം ലോകം കണ്ട ഏറ്റവും വലിയ സമ്മേളനമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റുമാറാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും നിറഞ്ഞ മനസ്സോടെ സമർപ്പിച്ചുകൊണ്ട് വെറുതെയിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 90 വർഷക്കാലം തൊണ്ടകീറി പണിയെടുത്തിട്ടും തൗഹീദിന്റെ അർത്ഥം പോലും സ്വന്തം അനുയായികളെ പഠിപ്പിക്കാൻ കഴിയാതെ ആദിയിലെയുന്ന തൗഹീദുമായി ഓടിക്കിടക്കുന്ന വിധവി കക്ഷികൾക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശവേദിയിലെ യുവമുന്നണി പോരാളി ആദർശവേദികളിലെ ധീരശബ്ദം ഉസ്താദ് മുസ്തഫ അഷ്റഫി തട്ടുപടി സദസ്സിനോട് സംവദിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ ഉസ്താദുമാരെ, അഭിമന്യരായ ആലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ അടുത്ത സെഷൻ ആരംഭിക്കാനായിട്ടുണ്ട്. അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ നേരത്തെ നടന്ന ചർച്ചകളിൽ എന്താണ് ഷിയായിസമെന്നും ഷിയായിസത്തിന്റെ വാദം എന്താണെന്നും ഷിയായിസം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി തന്നെ അഭിമന്യരായ നമ്മുടെ ഉസ്താദുമാരോട് അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിവിടെ നൽകപ്പെട്ടിരിക്കുന്നത്, ഇന്ന് ചില ആളുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെക്കുറിച്ച് ഷിയായിസം ആരോപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തന്റെ ആലിമീങ്ങൾ, സമസ്തയുടെ ആശയങ്ങൾ, സമസ്തയുടെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ഷിയാക്കളുടെ ആശയമാണ്, സമസ്തക്കാർ ഷിയാക്കളാണ് എന്നൊരു പുതിയൊരു ആരോപണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ആരോപണങ്ങൾ കേട്ട് വളർന്നൊരു പ്രസ്ഥാനമാണ്. പക്ഷേ ആ ആരോപകർക്കൊന്നും ആ ആരോപണങ്ങളൊന്നും ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, എത്ര രണ്ട് ആരോപണങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിൽ വരുന്നുവോ അത്ര കണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ശക്തി ആർജിക്കുന്ന രംഗമാണ് നാം കാണുന്നത്, അല്ലേ? പണ്ടുകാലങ്ങളിലൊക്കെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയുടെ സമ്മേളനത്തിൽ മെയിൻ സ്റ്റേജിൽ ഒരു സമ്മേളനം മാത്രമേ നടക്കാറുള്ളൂ. എന്നാൽ ഈ വർഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ മെയിൻ വേദിയിൽ 3 സമ്മേളനമാണ് നടന്നിരിക്കുന്നത്, അല്ലേ? മജ്ലിസ് നൂറിലൊക്കെ എത്ര ആളുകളാണ്! പലരും പലതും പറയും തോറും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടുകാലങ്ങളിലൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനങ്ങൾ, വാർഷിക സമ്മേളനങ്ങൾ ഒന്നേ നടക്കാറുള്ളൂ. ഇപ്പോഴോ ഒരു ഉദ്ഘാടന സമ്മേളനം മംഗലാപുരത്ത്, സമാപന സമ്മേളനം ആലപ്പുഴയിൽ. ഇങ്ങനെ 2 സമ്മേളനങ്ങൾ ഭംഗിയായി നടത്താൻ കേരളത്തിൽ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണ്, അല്ലാത്തൊരു ശക്തിക്ക് സാധ്യമല്ല. അത്രത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ ആരോപണങ്ങൾ വരുംതോറും അത് ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആരോപണങ്ങളും സമസ്തന്റെ പേരിൽ നടത്തി നോക്കി.
പണ്ട് ഒറ്റക്കൊറ്റക്കുള്ള ആരോപണങ്ങളായിരുന്നു ഓരോരുത്തർ നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ ഒരു സാമ്പാർ മുന്നണി തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഖ്തദിൽ ഒരു സാമ്പാർ മുന്നണി. രാഷ്ട്രീയക്കാർക്കതിലായിരുന്നു പണ്ട് സാമ്പാർ മുന്നണി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സമസ്തക്കതിൽ ഒരു സാമ്പാർ മുന്നണി. ആരാണത്? മുജതമ തബ്ലീഗാദികൾ ഉൾക്കൊള്ളുന്ന ബിദ്അഈ കക്ഷികൾ, മുടിയന്മാർ മുതൽ ആന വരെയുള്ള വിഘടിതർ, ആലുവ മുതൽ ഹൈദരാബാദ് വരെയുള്ള വ്യാജന്മാർ, ഇവരെല്ലാം കൂടിക്കൊണ്ട് ഒരു സാമ്പാർ മുന്നണി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഖ്തദിൽ ആരോപിക്കുന്നു സമസ്തക്കാർ ഷിയാക്കളാണ്. സുബ്ഹാനല്ലാഹ്. ഒരാൾ പറഞ്ഞു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരെ ഷിയാണ് പോലും. മഅദല്ലാഹ്. ഇവർക്ക് പറയാൻ ഇതപ്പുറം എന്താണുള്ളത്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തൊക്കെയാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഈ ഒരു പുസ്തകം ഇതാരത? ഇത് ദേവബന്ദി പണ്ഡിതന്മാർ നവോത്ഥാന ശില്പികൾ എന്ന് പറയുന്ന ഈ പുസ്തകം, ഇതിലുടനീളം നമ്മളെക്കുറിച്ച് ആരോപിക്കുന്നത് നമ്മൾ ഷിയാക്കളാണ്. ഇതാരാണ് ഈ പുസ്തകത്തിന്റെ ഉടമകൾ? അതല്ലേ രസകരം. ഇക്കാലം വരെ നല്ല പിള്ള ചമഞ്ഞ് നടന്നിരുന്ന കുറച്ചാളുകളുണ്ട്. ഞങ്ങൾക്കാരോട് എതിർപ്പില്ല, ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാറില്ല, ഞങ്ങളൊരാൾക്ക് മറുപടി പറയാനും പോകാറില്ല, ഞങ്ങളൊരു സംഘടനയും പരിഹസിക്കാറില്ല, ഞങ്ങളൊരു സംഘടനയെ കുറ്റവും നോക്കാറില്ല, ഞങ്ങൾക്ക് ദീനീ ദഅവത്ത് മാത്രം. കാണുമ്പോഴേക്ക് അസ്സലാമു അലൈക്കും ശരി, ചായ വേണ്ട, ഞങ്ങളെ കയ്യിൽ ഗ്യാസ് ഉണ്ട്, ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നല്ല പിള്ള ചമഞ്ഞു നടക്കുന്ന തബ്ലീഗാണ്. അവരുടെ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ സമസ്തയെക്കുറിച്ച് ഒരുപാട് ഷിയ ആരോപണം നടത്തുന്നു. അത് എഴുതിയ ആള് 2 ദിവസം എനിക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ഷിയ അവതരിപ്പിക്കാമെന്നുണ്ട് ചോദിച്ചു. ആ ഉണ്ട്. എന്താ നിങ്ങളവിടെ പറയുന്നത് വെച്ചു. ഞാൻ പറയുന്നതൊക്കെ പടം മൊബൈൽ കൂടി പറയാൻ പറ്റുമോ? നിങ്ങൾ അങ്ങോട്ടൊന്നുള്ളിന്നാണ്. ഞങ്ങൾ എന്താ പറയണത് കേൾക്കാൻ? നിങ്ങൾ അങ്ങോട്ടൊന്നുള്ളൂ. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഷിയാക്കളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട അംസ സാഹിബിനെ സൂചിപ്പിച്ചാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അംസ സാഹിബ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. അംസ സാഹിബിനെ കുറിച്ച് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അംസ സാഹിബിനോട് നേരിട്ട് സംസാരിച്ചുകൂടെ? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ആരോപിച്ച് പറയണമെങ്കിൽ ആ വ്യക്തിയുടെ നിലപാടെന്താണെന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ടെന്ന് സംസാരിച്ചുകൂടെ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പട്ടിക്കാട് ജാമിഅ നൂരിൽ വരി, അദ്ദേഹം അവിടെ ഉണ്ടാവും, ഞങ്ങളവിടെ ഉണ്ടാവും, നമുക്ക് നേരിട്ടാവാം. അപ്പൊ ഞാൻ വരാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫീസിലിരിക്കാം. ബഹുമാനപ്പെട്ട അംസ സാഹിബിനോട് പറഞ്ഞതിന് തയ്യാറാണ്. അത് ഞാൻ തയ്യാറാണെന്ന് അംസ സാഹിബും തയ്യാറായിട്ടുണ്ട്. അപ്പൊ ആ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പറയുന്നു, അദ്ദേഹത്തിന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓഫീസിലിരുന്ന് ആ കാര്യങ്ങൾ തീർത്തു കൊടുക്കാം. ഇനി പ്രാസ്ഥാനികമായിക്കൊണ്ട് നമ്മളെക്കുറിച്ച് ആരോപിക്കുന്ന ഇക്കൂട്ടർ ഒന്നടങ്കം, ഇവർ മാത്രമല്ല പറഞ്ഞ സാമ്പാർ മുന്നണി, ഈ മുന്നണി ഒന്നടങ്കം നമ്മളെക്കുറിച്ച് ആരോപിക്കുന്നു നമ്മൾ ഷിയാക്കളാണ്. അതിന് ഇവരെന്താ പറയുന്നത്? ഇവര് പലരും പ്രചരിപ്പിക്കുന്ന എന്താണ്? ഒന്ന്, നമ്മൾ തവസ്സുൽ ചെയ്യുന്നവരാണ്. തവസ്സുൽ ഷിയാക്കളുടെ വിശ്വാസമാണത്രേ. സുബ്ഹാനല്ലാഹ്. തവസ്സുൽ ഷിയാക്കളുടെ വിശ്വാസമാണെങ്കിൽ ആദ്യത്തെ ഷിയ ആരാകണം? മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ആദം നബി ആവണ്ടേ? കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു പറഞ്ഞു, വക്കന്തല്ലാഹു ഇന്നി അസ്അലുക ബിഹഖ് മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു. ആദ്യ മനുഷ്യൻ, ആദ്യ പ്രവാചകൻ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിക്കൊണ്ടാണ്. പറയാൻ പറ്റുമോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഷിയാന്ന് പറയാൻ പറ്റുമോ? പിന്നെ പറയുന്നുണ്ടാ? പിന്നെ ഇവരൊക്കെ കൂടി കാര്യമായിട്ട് ആരോപിക്കുന്ന ഒരു വിഷയമാണ് നബിദിനാഘോഷം. നബിദിനാഘോഷം ഇവർ പറയുന്നത് അത് ഹിജ്റ 600 ശേഷം വന്നതാണ്. അത് മുളഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. മുളഫർ രാജാവ് ഷിയയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ചില ഉദ്ധരണികളും കൊടുക്കും. വഹുവ അവ്വലു മൻ ഹദസ എന്ന് ചില ഉദ്ധരണികൾ. അതെന്താണ് പറഞ്ഞു ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. കിതാബുകളൊക്കെ പറഞ്ഞത് അങ്ങനെയല്ല. മുളഫർ രാജാവ് ഉണ്ടാക്കിയെന്നല്ല, അവ്വലു മൻ അഹദസഹു മിനൽ മുലൂക്കി എന്നാണ് മുളഫർ രാജാവിനെ കുറിച്ച് പറഞ്ഞത്. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഇത്ര പ്രൗഢിയോടുകൂടെ അതിഗംഭീരമായ രീതിയിൽ മൗലൂദാഘോഷം ഭംഗിയായി നടത്തിയത് അത് മുളഫർ രാജാവാണ്. അല്ല, മൗലൂദ് തുടങ്ങി മുളഫർ രാജാവെന്നല്ല. മുളഫർ രാജാവിന്റെ കാലത്തുള്ള മൗലൂദിന് പ്രത്യേകത ഉണ്ടായിരുന്നു. മൗലൂദ് കഴിക്കാനും 1000 പൊരിക്കുന്നതാണ് കോഴിയും 10000. ഇങ്ങനെ അതിവിപുലമായ രീതിയിൽ, വളരെ ഭംഗിയായ രീതിയിൽ
ജനലക്ഷങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മൗലൂദ് ഗംഭീരമാക്കിയത് രാജാക്കന്മാരെ കൂട്ടത്തിൽ മിനൽ മുലൂക്ക്, രാജാക്കന്മാരെ കൂട്ടത്തിൽ ആദ്യത്തെ മുസഫർ രാജാവാണ്. അതേ പറഞ്ഞിട്ടുള്ള ഏതുപോലെ ഇപ്പോ മജ്ലിസുൻ നൂർ, എന്താ മജ്ലിസുൻ നൂർ ചെല്ലുന്നത്? അസ്മാ ഉൽ ബദർ അല്ലെ? ഈ ബദർ ബൈത്ത് ചെല്ലൽ പൂർവ്വകാലം മുതലേ ഉണ്ട്. പക്ഷെ നമുക്കാണ് ഇപ്പോൾ പറയാം, ഇത്തരം ഭംഗിയാക്കി നടത്തിയത് തുടങ്ങി വെച്ചത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. 10,000 തടിച്ചു കൂട്ടിക്കൊണ്ട് പട്ടിക്കാട് ജാമിയാനൂർ അറബിയ പോലെയുള്ള സ്ഥാപനങ്ങൾ വെച്ചുകൊണ്ട് അതിവിപുലമായി തുടങ്ങിയത് പാണക്കാട്ട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ അർത്ഥം പാണക്കാട്ട് തുടങ്ങിയതാണോ ബദർ ബൈത്ത് എന്നാണ്? അല്ലല്ലോ. അങ്ങനെ ചില ധാരണകൾ. എന്നിട്ട് പറയുന്ന മുളഫർ രാജാവ് ഷിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, മുളഫർ രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയതെന്നുള്ള വാദം ശരിയല്ല. പിന്നെയോ മുളഫർ രാജാവ് ഷിയാണെന്നുള്ള ആ വാദം ശരിയല്ല. ആരാ മുളഫർ രാജാവ്? അദ്ദേഹത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി എന്താ? പണ്ഡിതന്മാർ ഹാഫിദ് ഇബ്നു കസീർ തന്റെ ബിദായത്ത് വൻ നിഹായിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നില്ലേ? മുളഫർ രാജാവിനെ കുറിച്ച് ഭംഗിയായിക്കൊണ്ട എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. മഹാനുകളെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ആലിമൻ ആദിലൻ റഹിമഹുല്ലാഹ് വഅക്റമ മസ്വാ. ഹാഫിദ് ഇബ്നു കസീർ തന്റെ ബിദായത്ത് വൻ നിഹായിൽ രേഖപ്പെടുത്തിയത് അദ്ദേഹം ആലിമായിരുന്നു. കേവലം ഒരു ഭരണാധികാരി മാത്രമല്ല, വലിയ മഹാപണ്ഡിതനായിരുന്നു. ആദിലൻ, നീതിമാനായിരുന്നു. മാത്രമല്ല വകാന അമൽ മൗലിദ് ശരീഫി റബീഉൽ അവ്വൽ വയഹ്തഫൽ ബിഹി ഇഹ്തിഫാലൻ ആയില. അദ്ദേഹം പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനം ആഘോഷിക്കാറുണ്ട്. അതെങ്ങനെയാണ്? എല്ലാ പണ്ഡിതന്മാരെയും അക്കാലഘട്ടത്തിൽ എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ടുള്ള അതിവിപുലമായ രീതിയിലുള്ള നബിദിനം ആഘോഷം നടത്താറുണ്ട്. അദ്ദേഹം വലിയ മഹാപണ്ഡിതനാണ്. എന്നിട്ട് ഇബ്നു കസീർ അവസാനിപ്പിക്കുന്നത് റഹിമഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ. ഒരു ഷീ പണ്ഡിതനിക്ക് വേണ്ടിയാണോ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞത്? ഒരു ഷിയായ, നേരത്തെ നമ്മളിവിടെ പറഞ്ഞ അത്രത്തോളം കടുത്ത വാദമുള്ള ഒരു ഷിയനെ കുറിച്ചാണോ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത്? പറയില്ലല്ലോ. മാത്രമല്ല ബിദ്അകൾക്ക് പോലും ഏറെ സ്വീകാര്യനായ ഹാഫിദ് ദഹബി തന്റെ സിഅർ അലാമിന്റെ പേരിൽ പറഞ്ഞെന്താ? വകാന മുതവാളിഅൻ, മുളഫർ രാജാവ് വലിയ താഴ്മയുടെ ഉടമസ്ഥനായിരുന്നു, ഭയങ്കര താഴ്മയുള്ള ആളായിരുന്നു. മാത്രമല്ല പറഞ്ഞു പറഞ്ഞിരുന്നു അദ്ദേഹം സുന്നിയായിരുന്നു, ഷിയ അല്ല എന്നർത്ഥം. ആരെക്കുറിച്ച് പറയുന്നു? മുളഫർ രാജാവിനെ കുറിച്ച് സിഅർ അലാമിന്റെ പേരിൽ ഹാഫിദ് ദഹബി പറയുന്നു മുളഫർ രാജാവ് സുന്നിയായിരുന്നു. വകാന യുഹിബ്ബുൽ ഫുഖഹാ വൽ മുഹദ്ദിസീൻ, ലോകം കണ്ട ഫഖീഹ്മാരെ, ഫഖീഹ് പണ്ഡിതന്മാരെ, ആലിമീങ്ങളെ, ഹദീസ് പണ്ഡിതന്മാരെ ഏറെ ഇഷ്ടപ്പെടുന്ന നല്ലവനായിരുന്നു. ആരെ? മുളഫർ രാജാവ് എന്ന് ബിദ്അഈ കക്ഷികൾക്ക് പോലും ഏറെ സ്വീകാര്യനായ ഹാഫിദ് ദഹബി തന്റെ സിഅർ അലാമിന്റെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ് മുളഫർ രാജാവ് ഷിയയുടെ മുസ്തഖ. മഅദല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തൊക്കെ ആരോപണങ്ങളാണ് ആലോചിച്ചു നോക്കൂ. എന്തിനാണിതൊക്കെ? മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ജന്മദിനം ആഘോഷിച്ചതിന്റെ പേരിലാണ് നമ്മളെക്കുറിച്ച് ഷിയായിസം എന്ന് ആരോപിക്കുന്നത്, നമ്മൾ ഷിയാക്കളാണെന്ന് ആരോപിക്കുന്നത്. എത്ര കടുത്തൊരു വാദമാണിത്! അള്ളാഹു പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ എത്ര ആഘോഷപൂർവ്വമാണ് കണ്ടത്, അല്ലേ? റസൂലുള്ളാഹി ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെക്കുറിച്ച് വിളംബരം ചെയ്തു അല്ലാഹു. മാത്രമല്ല ആ ജനന ദിവസവും സമയവുമൊക്കെ വലിയൊരു സംഭവമാക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് ജനിപ്പിക്കുന്നത് തന്നെ. എന്നിട്ട് ആ ജന്മദിനത്തെ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിന്റെ പേരിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞ ഷിയാക്കളാണ്. മറ്റൊരു ആരോപണം എന്താണ്? ഈ പുസ്തകത്തിൽ പറയുന്നു, സമസ്തക്കാർ ഓതിക്കൊണ്ടിരിക്കുന്ന മാലമൗലൂദുകൾ അതിന്റെ ഒന്നും മുസന്നിഫീങ്ങളെ, അതിന്റെ ഒന്നും ഫായിലീങ്ങളെ, കർത്താക്കളെ അറിയുന്നില്ല. അതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ് സാധ്യത. ഫായിൽ അറിയാത്തതൊക്കെ ഇതിന്റെ മുസന്നിഫിന് അറിയില്ലെങ്കിൽ, രചയിതാവിന് അറിയില്ല, അതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കാനാണ് സാധ്യത. വല്ലാത്ത കണ്ടുപിടുത്തമാണ് ഇത് എഴുതാനുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കേണ്ട. തബലീഗിനെ കുറിച്ച് പറയാൻ ഏറ്റവും നല്ല ഈ പുസ്തകം മതി. പഴയ ഉറുദു പുസ്തകം ഇനിയിപ്പോൾ ഉദ്ധരിക്കണ്ട. കാരണം ഉറുദു പുസ്തകം ഉദ്ധരിക്കുമ്പോൾ അവർ പറയും അത് ഞങ്ങൾക്കറിയില്ല, പഴയ കാലത്ത് ആരും എഴുതി വെച്ചതാണ്, ഞങ്ങൾക്കത് ബന്ധമില്ല. പിന്നെ ഉറുദു വായിച്ചാൽ പറയാം അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഇനി നിങ്ങൾ മറുപടി പറയാൻ തബ്ലീഗിനെ കുറിച്ച് പറയാൻ ഈ പുസ്തകം മതി. ഈ പുസ്തകത്തിന്റെ എല്ലാ പിഴച്ച വാദങ്ങളും ബഹുമാന MT അബൂബക്കർ ദാരിമി അതിനെക്കുറിച്ച് നല്ലൊരു മറുപടി പുസ്തകം എഴുതിയിട്ടുണ്ട്. നഗരിൽ ലഭ്യമാണ്, എല്ലാവരും ഇത് വാങ്ങണം. സന്ദർഭമായിട്ട് നിർത്തുകയാണ്. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ
ഈ പുസ്തകത്തെക്കുറിച്ചും തബ്ലീഗിനെക്കുറിച്ചും അറിഞ്ഞിരിക്കാൻ വളരെ നല്ലൊരു ബൃഹത്തായ പുസ്തകമാണ്. എല്ലാവരും ഇത് വാങ്ങിയിരിക്കണം സാന്ദർഭികമായിട്ട് പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയാണ് മുഹിദ്ദീൻ മാലയെക്കുറിച്ച്, അതുപോലുള്ള നമ്മുടെ മൗലൂദുകളെ കുറിച്ച് പറയുന്നു. അതിന്റെ ഒന്നും രചയിതാക്കൾ അറിഞ്ഞിട്ടില്ല. കണ്ടോ നിങ്ങൾ, കുത്തുബിയത്തെ, മുഹിദ്ദീൻ മാല തുടങ്ങിയ അജ്ഞാത കൃതികൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടികളാണ്? മുഹിദ്ദീൻ മാലയെ ഉണ്ടാക്കിയത് ആരാന്നറിയില്ല. വിമർശിക്കുന്നതിന്റെ മുമ്പ് ഈ സാധുക്കൾ വിമർശിക്കുന്നതിന് മുമ്പ് മുഹിദ്ദീൻ മാല ഒന്ന് പാടുകയും ചെയ്യണ്ടേ? പുണ്യമില്ലെങ്കിലും വേണ്ടല്ലോ, അവർക്ക് പുണ്യം കിട്ടുന്നില്ലെങ്കിലും വിമർശിക്കുന്നതിന് മുമ്പ് ഒന്ന് പാടി നോക്കണ്ടേ? ആ പാടിക്കഴിഞ്ഞാൽ ആ മാലയിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഇത് ആരുണ്ടാക്കിയതാണ്. ഇതൊന്നും നോക്കാതെ ആ വിളിച്ച സഹോദരൻ ഇത് എഴുതിയ ആളോടുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത് ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് ആ മുഹിദ്ദിമാരൊന്ന് പാടാ. അല്ലാ തീരുഫേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബാർ. ഇങ്ങനെ പാടിപ്പോന്ന കുറേണ്ടെത്തി കാണാൻ കോഴിക്കോട്ടുറ തന്നിൽ പിറന്നോവർ കോർവാദീപത്തെയും നോക്കിയെടുത്തോവർ. ആരാണിതുണ്ടാക്കിയിരുന്ന് മാലയിൽ തന്നെ പറയുമ്പോ ഈ സാധു സമസ്തക്കിതിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. എന്ത് സമസ്തക്കാർ ഷിയാക്കളാണ്. തെളിവെന്താ? മുഹിദ്ദീൻ മാല ഉണ്ടാക്കിയ ആൾ ആരാന്നറിയില്ല. അപ്പൊ അത് ഷിയാക്കളാകാൻ സാധ്യത. ഫായില്ലാത്തൊക്കെ ഷിയാക്കളാണ്. പണ്ട മറ്റേ കൂട്ടർക്ക് കിട്ടിയത് നന്നായിരുന്നു തലാഖിന്റെ സമയത്തെ. ഇത് അവിടേക്ക് പറ്റിയ സാധനം. എന്ത് പറ്റിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുങ്ങൾ. മുഹിദ്ദീൻ മാല ഉണ്ടാക്കിയ ആളില്ല, കുത്തുബിയത്ത് ഉണ്ടാക്കിയ ആളില്ല. എന്തൊക്കെ പ്രചാരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയോ ഇതിൽ പറയുന്നു ഒരുപാട് ആരോപണങ്ങൾ. നമ്മുടെ മദ്രസകൾ അത് ഷിയായിസം മാത്രം പ്രചരിപ്പിക്കുന്നു. നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഷിയാക്കളുടെ ആശയമാണ് പോലും. ചില ആൾക്കാർ കർണാടകയിൽ സമസ്തക്കെതിൽ കേസ് കൊടുത്തപ്പോൾ പറഞ്ഞു സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ്. ബഹുമാനപ്പെട്ട കോടതി അവരോട് പറഞ്ഞു അതിനെ തെളിവാജരാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. ഉറപ്പിച്ചു പറയുന്നു ഇലാ യൗമിൽ ഖിയാമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരിശുദ്ധമായ മദ്രസയുടെ ഒരു പുസ്തകത്തിൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീവ്രവാദം പഠിപ്പിക്കുന്നത് തെളിയിക്കാൻ വിഘടിതർക്കെന്നല്ല സാന്താർ മുന്നിൽ ഒന്നടങ്കം തയ്യാറായാലും കഴിയില്ല. ഒരിക്കലും കഴിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത് ആരൊക്കെ ഈ ആരോപണം ഉന്നയിക്കുന്നത്? പഠിച്ചിട്ട് പറയേണ്ടതൊക്കെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയൊരു സംഭവമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ. സമയത്തിന്റെ പരിമിതി മാനിച്ചുകൊണ്ട് അടുത്ത പ്രാസ്ഥാനിക സമ്മേളനം ഇവിടെ തുടങ്ങാനായി എന്നോട് നേരത്തെ നിർദ്ദേശം നൽകിയതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്ന ഉചിതമല്ലെന്ന് മനസ്സിലാക്കി ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങി നാം ഉൾക്കൊള്ളുന്ന ആശയങ്ങളെക്കുറിച്ച് ഇന്ന് ചില ആളുകൾ ഷിയായിസമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ തെറ്റിദ്ധരിച്ച് പൊട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മയുടെ വാഹകരായി തിന്മയുടെ വിരോധികളായി ജീവിക്കാൻ അല്ലാഹുവേ സാധുക്കളായി ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഏതായാലും അംസ സാഹിബ് രണ്ടു വാക്ക് സംസാരിക്കാനാണ് പറഞ്ഞത്. നല്ലതാണ്. ഈ വിഷയത്തിന് ഒരു പറയൽ നല്ലതാണ്. ഇവിടെ അതിനെക്കുറിച്ചാണല്ലോ ഏറെ ഈ പുസ്തകത്തിൽ ഏറെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സമസ്തക്കാരും ലീഗുകാരും, അത് ഞാൻ വിട്ടുപോയതാ, സമസ്തക്കാരും ലീഗുകാരും ഷിയാക്കളാണ്. അതിനെന്താ കാരണം പറഞ്ഞത്? ആ സമസ്തയും ലീഗിനെയും കുറിച്ച് ഷിയാന്ന് പറയാൻ കാരണം പറഞ്ഞത് സമസ്തന്റെയും ലീഗിന്റെയും വേദികൾ നിറസാന്നിധ്യമാണ് അംസ സാഹിബ്. അംസ സാഹിബ് ഷിയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ലീഗുകാരും സമസ്തക്കാരും ഷിയാക്കളാണ്. അതിന് മറുപടി അദ്ദേഹം തന്നെ പറയാം. അത് നല്ലതാണല്ലോ. അയാൾ പറയുന്നത് നല്ലത്. ബഹുമാനപ്പെട്ട അംസ സാഹിബിനെ സാദരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുന്നു. ആ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായി അറിയിച്ചുകൊള്ളുന്നു. വാഹുദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രമുഖ ചിന്തകനും ബുദ്ധിജീവിയുമായ അംസ സാഹിബ് സദസ്സിനോട് സംവദിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا محمد خاتم الأنبياء ومعلم البشرية من لدن حكيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. വേദിയിൽ പുരുഷനായ പണ്ഡിതന്മാരെ, ഷിയായിസത്തെ സംബന്ധിച്ച് വളരെ സമഗ്രമായ വിഷയാവതരണം നടത്തിയ യുവ പണ്ഡിത ശ്രേഷ്ഠരെ, സദസ്സിലെ സഹൃദയരായ സഹോദരന്മാരെ, ഇന്നത്തെ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടല്ല ഞാൻ വന്നത്. ഞാൻ താല്പര്യപൂർവ്വം വന്നതാണ്. സ്റ്റേജിൽ നിന്ന് ഇവിടെ പ്രസംഗിക്കാനും എനിക്ക് അവസരമില്ലായിരുന്നു. പക്ഷേ വിളിച്ചപ്പോൾ വന്നതാണ്. അതിന് കാരണം ഇവിടുത്തെ വിഷയാവതരണങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായി. ഇവിടെ നേരത്തെ ഇനി അടുത്ത് പ്രാസ്ഥാനിക സമ്മേളനം മറ്റൊക്കെ നടക്കാനുള്ളത് കൊണ്ട് കൂടുതൽ പറയാൻ സമയമില്ല.
ഈ ഇവിടെ പിന്നെ നമ്മുടെ തക്കുപ്പടി അവരുകൾ കാണിച്ച പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിൽ ഒരു ലേഖനം, നീണ്ട ലേഖനമുണ്ട്. ആ ലേഖനത്തിലാണെന്നാ തോന്നുന്നത് ആദ്യമായിട്ട് എന്നെ സംബന്ധിച്ച് ശിയാരോപണം എന്ന്. അതിൽ അബ്ദുറഹ്മാൻ ആദർശേരി എന്ന ഒരാളൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അദ്ദേഹം എഴുന്നേറ്റ് പോയി. അപ്പോൾ ഞാൻ രണ്ടും ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ പോക്കും ഞാൻ ശ്രദ്ധിച്ചു. വിഷയാവതരണമൊക്കെ കഴിഞ്ഞു, പിന്നെ അദ്ദേഹം എണീറ്റ് പോയി. പിന്നെ രണ്ടാമത് ഇനി വരുമെന്ന് എനിക്കറിയില്ല, ഏതായാലും ഇപ്പൊ തൽക്കാലം എഴുന്നേറ്റ് പോയിരിക്കണം. ഞാൻ എൻ്റെ ഒരു കാലുണ്ടായിരുന്നു, എനിക്കൊരു കാലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, എൻ്റെ പാരമ്പര്യമായിട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് എൻ്റെ വാപ്പയും കുടുംബമൊക്കെ. പക്ഷേ ഇടക്കാലത്ത് ഞാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരെ ഇവിടുത്തെ വെട്ടിക്കാട്ടത്തെ കോളേജിൽ ചേർന്നിരുന്നു, പഠിക്കാൻ വേണ്ടി ആദ്യം ഒന്ന് ചേർന്നിരുന്നു. അതൊരു കൊല്ലം നീണ്ടില്ല, അപ്പോഴൊക്കെ നിങ്ങൾക്ക് പോകേണ്ടി വന്നു. ഏതായാലും ആ പഠിക്കാൻ വേണ്ടി ചേർന്ന ആ കാലഘട്ടത്തിൽ ചേരുമ്പോൾ എൻ്റെ വാപ്പനോട് പറഞ്ഞു, ഇതിനെ ഇജി എവിടെ ചേർന്നത് ചോദിച്ചു. ഞാൻ ചേർന്നതിന് ശേഷം കൂട്ടി പറയാം, നേരത്തെ പറയില്ല, അതുകൊണ്ട് മുതലേ അങ്ങനെ. അപ്പോൾ പിന്നെ ഞാൻ ശാന്തപുരം ജമാഅത്തേരെ കോളേജിലായിരുന്നു. ആ വലിയ കോളേജിൽ ചേർന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വലിയ കോളേജിൽ ചേരണമെങ്കിൽ വലിയ ആളാകണ്ടേ, ഞാൻ ചെറിയ കിതാബും ഇതൊക്കെ കുറയ്ക്കൊക്കെ ഓതിയിട്ടിപ്പോൾ എങ്ങനെയാലും ചേരാം. അപ്പോൾ അതുകൊണ്ട് അവിടെ ചേരാൻ മാത്രമൊന്നും എനിക്ക് വിവരമില്ല, അതുകൊണ്ടാണ് ഒരു തഹസീലിനൊക്കെ പോകണതല്ലേ, അതൊന്നുമില്ല, അതുകൊണ്ടാണ് അവിടെ ചേർന്നത്. അപ്പം എൻ്റെ വാപ്പ പറഞ്ഞു, തലയില്ലാത്ത തങ്ങുമ്പോൾ കയറിയ മാതിരി ഉണ്ടാവുന്നു, തലയില്ലാന്ന് കണ്ടാണ് ഇറങ്ങിപ്പോകുന്നോണ്ട് കയറണം. അപ്പോൾ ആ ഒരു കയറിൽ ഞാൻ കയറി, പിന്നെ തലയില്ലാന്ന് കണ്ടപ്പോൾ ഇറങ്ങുകയും ചെയ്തു. ഏതായാലും ഈ ശാന്തപുരം കോളേജിൽ നിന്ന് ഒക്കെ ആയിരുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ സർക്കിളിൽ ഞാൻ മെമ്പർഷിപ്പ് അങ്ങനത്തെ ഒന്നിലും ഉണ്ടായിട്ടില്ല. ഏതായാലും ജമാഅത്ത് ഇസ്ലാമി 4 വർഷം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഇറാനിലെ ഇസ്ലാമിക റവല്യൂഷൻ 1979 ഫെബ്രുവരിയിൽ ഇറാൻ വിപ്ലവം നടക്കുന്നത്. അപ്പോൾ ഇറാൻ വിപ്ലവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്നെ മുജാഹിദീങ്ങൾ സാധാരണ പറയലെന്നെ ഷിയാക്കളുടെ 2 സംഗതി, ഒന്ന് അവരുടെ ഖുറാഫാത്ത്, മറ്റൊന്ന് അവരുടെ സിയാസത്ത്. അവരുടെ രാഷ്ട്രീയം ജമാഅത്ത് ഇസ്ലാമിക്കാർ കൊടുത്തു, അവരുടെ ഖുറാഫാത്ത് സുന്നികൾ കൊടുത്തു എന്നവർ പണ്ടേ പറയല്. ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല, നേരത്തെ അങ്ങനെ പറയല്. ഏതായാലും പിന്നെ അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ, അതൊരു രാഷ്ട്രീയ സംഘടനയാണല്ലോ. അപ്പോൾ ആ രാഷ്ട്രീയത്തോട് ചേർന്ന് കൊണ്ടുള്ളതാണ് ഇറാനിലെ റവല്യൂഷൻ. അവരും വിപ്ലവം പറയുന്ന കൂട്ടക്കാരാണ്. അപ്പം അതുകൊണ്ട് മാത്രമല്ല, അബുലാല മൗദൂദി ഇറാൻ വിപ്ലവത്തെ സംബന്ധിച്ച്, ഖുമൈനിയുടെ റവല്യൂഷനെ സംബന്ധിച്ച് ഇത് യഥാർത്ഥ ഇസ്ലാമിക വിപ്ലവമാണ് എന്നൊക്കെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആ ആവേശത്തിൽ, താല്പര്യത്തിൽ ഞാൻ വിപ്ലവത്തോട് വലിയ ആഭിമുഖ്യം താല്പര്യമൊക്കെ ഉണ്ടായി. മാത്രമല്ല, ഞാൻ അതിനെ തുടർന്ന് പിന്നെ അവരുടെ പല പരിപാടികളിൽ ഞാൻ സംബന്ധിച്ചു. ഇറാൻ വിപ്ലവത്തിന്റെ 5ാമത്തെ വാർഷികത്തിൽ ഇറാനിലടക്കം ഞാൻ സംബന്ധിക്കുണ്ടായി. അങ്ങനെ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വിപ്ലവത്തോട്, ഇപ്പൊ നമ്മളെ ബോൾഷെവിക് റവല്യൂഷൻ ഉണ്ടായപ്പോഴേ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം 17 കമ്മ്യൂണിസ്റ്റ് വിപ്ലവം റഷ്യയിൽ നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊക്കെ ലോകത്താകെ ഒരു കമ്മ്യൂണിസത്തോടൊരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ. അത് തൊഴിലാളി വർഗത്തിന്റെ എന്നൊക്കെ പറയുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഇസ്ലാമിന്റെ ലേബിളില് ഇസ്തിഖ്ലാൽ, ആസാദി, ജംഹൂരി ഇസ്ലാമി എന്നതിന്റെ മുദ്രാവാക്യം, സ്വാതന്ത്ര്യം, മോചനം, ഇസ്ലാമിക് റിപ്പബ്ലിക്, ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടന്ന ഒരു വിപ്ലവമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും താല്പര്യമുണ്ട്. ആ താല്പര്യം ഇങ്ങനെ വർദ്ധിച്ച് അവരെ പുസ്തകങ്ങളൊക്കെ വരുത്തലും വായിക്കലും ഒക്കെ ആയി. അങ്ങനെ ഞാൻ ഒരു പുസ്തകം, ഡോക്ടർ അലി ശരീഅത്തിയുടെ ഒരു പുസ്തകമുണ്ട്, ആദ്യമായിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു മലയാളത്തിലേക്ക്. അതിൽ സഹാബത്തിനെ പറ്റിയൊക്കെ ഒരുപാട് വിമർശനമുണ്ട്. ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇതിനുള്ള ഊർജ്ജം എനിക്ക് കിട്ടുന്നത് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നാണ്. മാത്രമല്ല, ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ ഗ്രന്ഥരചനാ വിഭാഗത്തിന്റെ തലവനായിരുന്ന ടി മുഹമ്മദ് സാഹിബ. അദ്ദേഹം അവതാരിക എഴുതിയിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ ഷിയാക്കളെ അയത്തുള്ള ഖുമൈനിയുടെ വിലായത്തെ ഫത്തഹി, അതായത് ഇസ്ലാമിക് ഗവൺമെന്റ് എന്നുള്ള പേരിലൊരു പുസ്തകം, ഇങ്ങനത്തെ കുറെ പുസ്തകങ്ങളൊക്കെ തർജ്ജമ ചെയ്തു. കുറെ പുസ്തകങ്ങളൊക്കെ ഒരുപാട് ഷിയായിസുണ്ട്. അങ്ങനെ ആ പോക്ക് അങ്ങനെ പോയപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ അരീക്കോട് ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ പ്രസിദ്ധീകരണ സ്ഥാപനമുണ്ട്. അതിന്റെ കീഴിൽ ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. എന്റെ ഒരുപാട് വർക്കുകൾ അതന്നെ. അതിൽ കുറെ നല്ല പുസ്തകങ്ങളുണ്ട്, കൂട്ടത്തിൽ വളരെ ഫിലോസഫിക്കലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഷിയായിസം ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളുണ്ട്. അപ്പൊ ആ പുസ്തകങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ, കാരണം എന്താ വെച്ചാൽ നേരത്തെ ഈ ഷിയാക്കൾ ഇവിടെ സൂചിപ്പിക്കേണ്ടായി, ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള വലിയൊരു അഭിപ്രായ വ്യത്യാസം സഹാബത്തിനെ സംബന്ധിക്കുന്നതാണ്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാരും അതുപോലെ തന്നെ മുജാഹിദീങ്ങളൊക്കെ സഹാബത്തിനോടുള്ള അപ്രോച്ച് എന്താ, അവരുടെ മനസ്സിലുള്ള നിലപാടെന്താ, ഞാനും അതിനെ ഉൾക്കൊള്ളുക. എന്താ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവി 20 നിശ്ചയിച്ചു.
അത് ഉമർ റളിയല്ലാഹുവിന്റെ റസൂലൊന്നും അല്ലല്ലോ. എനിക്കും തോന്നി ആ ഒരു തോന്നല്. പിന്നെ അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന് രണ്ടാം ഭാഗം ഏർപ്പെടുത്തി, അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനല്ലേ, റസൂലൊന്നും അല്ലല്ലോ. എനിക്കും തോന്നി അങ്ങനത്തെ ഒരു ഫീലിംഗ്. പിന്നെ സയ്യിദ് ഖുത്ബിന്റെ പുസ്തകം, ജമാഅത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട്, അദാലത്തുൽ ഇജ്തിമാഇയ്യ എന്നുള്ളത്, സാമൂഹ്യ നീതി, മലയാളത്തിൽ തന്നെ. ആ പുസ്തകത്തിൽ പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹുവിന് 2 ലക്ഷം റുപ്യ മരുവിന് കൈക്കൂലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോൾ ഇതൊക്കെയാണല്ലോ ഉണ്ടാകുക. ഞാൻ വലിയ കിതാബൊന്നും ഓതിയിട്ടില്ല, ഇതൊക്കെ വായിക്കാനുള്ളപ്പോ ഞാന്. അപ്പൊ അങ്ങനെ വായിച്ച് നോക്കുമ്പോ ഇത് അവർക്ക് ജമാഅത്തേയും മുജാഹിദീങ്ങളുടെ സർക്കിളിൽ ജമാഅത്തെ സഹാബത്തിനോടുണ്ടായിട്ടുള്ള ഒരു മോശമായ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു പ്രാമാണികരല്ല. മഹബൂബുല്ലാഹി മൗദൂദി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സഹാബത്ത് സത്യത്തിന്റെ മാനദണ്ഡമല്ല എന്ന് അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ സത്യത്തിന്റെ മാനദണ്ഡമല്ല എന്ന് ഞാനും വിശ്വസിച്ചു. ആ വിശ്വാസം ഇങ്ങനെ കൂടി കൊണ്ട് വളർന്നു. അത് അരീക്കോട്ടെത്തിയപ്പോ ഒന്നും കൂടി ഉപ്പുകൂടി, പിന്നെ ഇറാനിലും കൂടി പോയി വന്നപ്പോ ഒന്നും കൂടി ഉപ്പുകൂടി. ഞാനതൊക്കെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു. അപ്പൊ ആ പുസ്തകങ്ങളിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. ആ പുസ്തകം അപ്പൊ ഞാൻ ഒരു 10-15 വർഷമായിട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സർക്കിളിലേക്ക് വന്നതോടുകൂടി ആ പുസ്തകം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അത് രണ്ടാമത് പ്രസിദ്ധീകരിക്കൂല, ആദ്യത്തെ യാതൊരു ബന്ധമല്ല എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിക്കണ്ടായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ ഇമാം അബുൽ ഹസൻ അശ്ശരിയുടെ ഞാൻ 3 വർഷം മുമ്പ്, ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതിയായിരുന്നു, 3 വർഷം മുമ്പ് നമ്മുടെ കോളേജിൽ നിന്ന് പ്രസിദ്ധീകരിച്ച അൽ മുനീർ വാർഷിക പതിപ്പിൽ ഇമാം അബുൽ ഹസൻ അശ്ശരിയെ സംബന്ധിച്ച് ഞാൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം അദ്ദേഹത്തിന്റെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രാമാണികനായ ഗുരു എന്നുള്ള നിലയ്ക്ക് ഞാൻ എഴുതിയ ലേഖനം, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതിയില്ലേ. അതേപോലെ മറ്റൊരു പ്രസിദ്ധീകരണത്തിൽ അൽ മുനീറിൽ തന്നെ ഖുലഫാഉർ റാഷിദീങ്ങളെ സംബന്ധിച്ച് ഇറക്കിയിട്ടുള്ള ലേഖനത്തിൽ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹുവിനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് ലേഖനം. അത് തുടങ്ങുന്നത് തന്നെ ഇവിടെ ഉദ്ധരിച്ച വാചകം ഉദ്ധരിച്ചിട്ടാണ്, ഇവിടെ ഉസ്താദവറുകൾ ഉദ്ധരിച്ച അതേ വാചകം ഉദ്ധരിച്ചിട്ടാ തുടങ്ങുന്നതിന്റെ ലേഖനം. എന്നെ സ്നേഹിച്ച് ചിലര് നരകത്തിലേക്ക് പോകും, എന്നെ വെറുത്ത് വേറെ ചിലർ നരകത്തിലേക്ക് പോകും. ഈ കൊട്ടേഷൻ നൽകി സമയമല്ല, പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ പിന്നെ ആ പുസ്തകങ്ങൾ ഇപ്പൊ ഞാൻ എഴുതിയ ലേഖനം തന്നെ ഇപ്പോ ഒരാള് നേരത്തെ എഴുതിയപ്പോ ഇമാം അബുൽ ഹസൻ അശ്ശരി തന്നെ ആരെയ്തുകൊണ്ട് മുഅ്തസിലിയിരുന്നില്ലേ. അപ്പൊ മുഅ്തസിലി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ എഴുത്തുകളും ഒക്കെ എടുത്തുകാണ്ട് പിന്നെ അദ്ദേഹം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആധികാരിക ആചാര്യനായതിനു ശേഷം പിന്നെ അത് എടുത്തുകാണ്ട് ഉദ്ധരിക്കണതിൽ വലിയ അർത്ഥമുണ്ടോ? അതോടുകൂടി മാറിയില്ലേ. അപ്പൊ പണ്ട് കാലത്ത് അങ്ങനെ പല ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദീങ്ങളും ഒരുമിച്ച് നടത്തിയിരുന്ന പള്ളിക്കല് അന്തമാനിൽ കാവ്യരായിരുന്നു ഒരു കൊല്ലം ഞാൻ ഖത്തീബായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയല്ലേ എന്ന് പറയുന്നത് പുറത്തല്ലല്ലോ. അതിനൊക്കെ പോകാൻ ഇതിനൊക്കെയുള്ള പശ്ചാത്താപം തന്നെയല്ലേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ ഷിയല്ല എന്ന് ഞാൻ പറയാം, എന്നിട്ട് ബാക്കിയുള്ള ഒരാണ് കാണുമെന്ന് പറയാം. പിന്നെ ഒരു രോഗി മരിച്ചിക്കണമെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തു. അപ്പൊ രോഗി പറഞ്ഞു ഞാൻ മരിച്ചിട്ടില്ല, ഡോക്ടർ പറഞ്ഞു മരിച്ചിട്ടില്ല എന്ന് മരിച്ചിരിക്കുന്നത്. അപ്പോ രോഗി പറയാം ഞാൻ മരിച്ചിട്ടില്ല, ഞാനല്ലേ മനുഷ്യനെ പറ്റി മനുഷ്യന്റെ ശരീരത്തെ പറ്റി അതിന്റെ അനോട്ടമിയൊക്കെ പഠിച്ചാണ് ഞാനാ പറയണത് ഇജ്ജ് മരിച്ചിരിക്കുന്നത്. ഇതേമാതിരി പറയാൻ നിൽക്കുന്നതിനിപ്പോ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആരോപണം മാത്രമാണത്. ഞാൻ ദീർഘിപ്പിക്കലല്ല, ഒരു കേവലം ഒന്ന് ഇവിടുന്ന് മുഖം കാണിച്ചെന്ന് മാത്രം. ഇവിടെ മറ്റ് പരിപാടികൾ നടത്താനുള്ളത് കൊണ്ട് അവിടെ അത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ രഹസ്യം എന്താ വെച്ചാൽ ഇവിടെ നേരത്തെ സൂചിപ്പിക്കണ്ടായി. ഞാനിങ്ങനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സ്റ്റേജുകളിലൊക്കെ വരും. അപ്പൊ ഞമ്മക്ക് സ്റ്റേജ് ഇല്ലാതാക്കുക, കാരണം ഞാൻ ചെയ്യാണെന്നൊരു വ്യക്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റേജ് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ പറയുന്നതിനൊന്നും പോയിക്കും മറുപടി കയറാൻ നിൽക്കണ്ടില്ലല്ലോ. അതോടുകൂടി ഞാനോട് വഴി പോയി കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അത്. ഇപ്പൊ ഈ പുസ്തക കണ്ടുകളെ തബിലി നമ്മൾ പണ്ടേ സമസ്തയുടെ ഉലമാക്കന്മാർ പറഞ്ഞിരുന്നു തബിലി ജമാഅത്ത് വഹാബിസാണെന്ന്. ഞാൻ മദ്രസയിൽ പഠിച്ചു തന്ന് കോട്ടുമല ഉസ്താദ് പ്രസംഗിച്ച് എന്റെ ചൂടുകൊണ്ട് കേട്ടോ, ഞാൻ ചെറിയ കുട്ടിയിൽ നിന്ന് ഞങ്ങൾ 6 അംഗ സംഘമടങ്ങുന്ന ഒരു സമിതി തബ്ലീഗ് ജമാഅത്തിനെ പറ്റി കൂലങ്കഷമായി പഠിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി തബ്ലീഗ് ജമാഅത്ത് കടുത്ത വഹാബിസം എന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അത് വഹാബിസാണെന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ഒക്കെ ഈ പുസ്തകത്തിലൊക്കെ വായിച്ചു നോക്കിയത് ഇത് എഴുതിയ ആൾ മുജാഹിദീങ്ങളോ അല്ല, ഈ പഠിപ്പിക്കുന്ന ആളാ. റൗദത്തുൽ ഉലൂമിലെ അധ്യാപകനായി അബ്ദുറഹ്മാൻ ആദർശേരി പറഞ്ഞത് ഓ മുജാഹിദ. ആ മുജാഹിദായിട്ടുള്ള ആദർശേരിയെ പിന്നെ നമ്മളെ പറ്റിയൊക്കെ തബ്ലീഗിന്റെ പ്രസിദ്ധീകരണത്തിൽ അൽബലാഗരൊക്കെ ലേഖനം എഴുതുന്നത്. അപ്പൊ ആ കൂട്ടുകെട്ട് നമുക്കതിന് മനസ്സിലായില്ല ശരിക്ക്. അതുകൊണ്ട് ഇത് വഹാബിസത്തിന്റേതായ ഒരു സൃഷ്ടിയാണ്. വഹാബിസത്തിന്റെ പിന്നിലൊക്കെ വേറെ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കി, അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷി, നിങ്ങളെല്ലാവരും സാക്ഷി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.